Yes, over to Dr. P. Shaila to moderate the Malayalam session. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ തുടർന്ന് വരുന്ന മലയാളം വെബിനാറിന്റെ 1905 ദിവസമാണ്. ഇന്ന് നമ്മുടെ സൂം പ്ലാറ്റ്ഫോമിൽ മോഡറേറ്ററായി വർക്ക് ചെയ്യുകയും എല്ലാ ദിവസവും നമ്മുടെ സൂമിലെ പാർട്ടിസിപ്പൻ്റായിട്ട് വരികയും ചെയ്യുന്ന ഡോക്ടർ മറിയാമ്മ ജോൺ, റിട്ടയർഡ് ജില്ലാ മെഡിക്കൽ ഓഫീസറാണ്. അവരുടെ അമ്മ മിസ്സിസ് സാറാമ്മ ജോൺ അന്തരിച്ച കുറച്ച് സമയം മുമ്പ് അന്തരിച്ചു. അതിൻ്റെ ദുഃഖത്തിൽ ഒരു നിമിഷം മൗന പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഇന്നത്തെ പ്രോഗ്രാം ആരംഭിക്കാം. നന്ദി. അവരുടെ ആത്മാവിൻ്റെ നിത്യശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മുടെ സൂം പ്ലാറ്റ്ഫോമിൽ നമ്മോടൊപ്പം അതിഥിയായി എത്തുന്നത് ഡോക്ടർ ധനലക്ഷ്മി ആർ മല്ലനാണ്. ഡോക്ടർ ധനലക്ഷ്മി റിട്ടയർഡ് ജില്ലാ മെഡിക്കൽ ഓഫീസറായിരുന്ന ഡോക്ടർ മല്ലൻ സാറിൻ്റെ മകൾ കൂടിയാണ്. നമ്മുടെ ഡോക്ടറാണ് നമുക്കിന്ന് ഗസ്റ്റായി എത്തുന്നത്. ഇന്നത്തെ ക്ലാസിന്റെ വിഷയം ആർത്തവ വിരാമവും ഹോമിയോപ്പതിയും ഹോമിയോപ്പതി മാനേജ്മെന്റും എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം. എല്ലാവരും ഇന്ന് ഡോക്ടറുടെ ഈ ക്ലാസ് കേൾക്കുന്നതിന് വേണ്ടി സൂം പ്ലാറ്റ്ഫോമിലെത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്നേഹപൂർവ്വം ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നല്ലൊരു ക്ലാസ് പ്രതീക്ഷിച്ചുകൊണ്ട് ഡോക്ടർ ധനലക്ഷ്മി മല്ലനെ സ്നേഹപൂർവ്വവും ഇന്നത്തെ സെഷനിലേക്ക് ക്ഷണിക്കുകയാണ്. ക്ലാസ് തുടങ്ങും. എല്ലാവർക്കും നമസ്കാരം. സ്ക്രീൻ ഷെയർ ചെയ്യാണ്. ഓക്കെ, ഇന്നത്തെ നമ്മുടെ ജനറൽ ആയിട്ടൊരു ടോപ്പിക്കാണ് മെനോപോസ് അഥവാ ആർത്തവ വിരാമം. എല്ലാ സ്ത്രീകൾക്കും നാച്ചുറൽ ആയിട്ട് വരുന്ന ഒരു സംഭവമാണ്. മെനാർക്കി പോലെ പീരീഡ്സ് ആവാൻ തുടങ്ങുന്ന സമയം, ഓരോ പ്രാവശ്യം പീരീഡ്സ് ആവുന്നത്, പ്രഗ്നൻസി, ഡെലിവറി, ബ്രസ്റ്റ് ഫീഡിങ്, അതുപോലെ മെനോപോസും നാച്ചുറലായിട്ടും എല്ലാ ലേഡീസിനും വരുന്ന ഒരു സംഭവമാണ്. പിന്നെ എന്തിനാണ് നമ്മൾ ഇന്നത് ഡിസ്കസ് ചെയ്യുന്നത്? ഒരുപാട് ലേഡീസിന് ഇത് മൂലമുള്ള പ്രശ്നങ്ങൾ അവർ ഫേസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതുകൊണ്ടാണെന്ന് പോലും അറിയാതെ അവർ ദിവസങ്ങൾ കഴിച്ചു കൂട്ടുകയാണ്. നമ്മുടെ റിസർച്ച് പ്രകാരം 70% സ്ത്രീകൾക്ക് അറിയില്ല ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നോ അതിൻ്റെ ഒരു ഫേസ് ഉണ്ടെന്നോ ഒന്നും അവർക്ക് അറിയില്ല. എപ്പോഴും ഇന്ത്യയിലത്തെ കാര്യം പറയുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു അവയർനെസ് കൊടുക്കേണ്ടത് ഹെൽത്ത് പ്രൊഫഷണൽസ് എന്ന നിലയിൽ നമ്മുടെ ഓരോരുത്തരുടെയും ചുമതലയാണ്. പ്രീവിയസ് ആയിട്ടുള്ള ജനറേഷൻസ്, ഇത് നമുക്ക് മുമ്പുള്ള ജനറേഷൻസ് ഒന്നും ഇങ്ങനെ ഒരു കാര്യങ്ങളൊന്നും അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല, അഥവാ അറിയാതെ പോയിട്ടുണ്ട്. എന്തുകൊണ്ടോ ഒരുമിച്ച് വളർന്നു വരുന്നു, എല്ലാവർക്കും ഈ സംഭവങ്ങളൊക്കെ കണ്ടുവരുന്നു, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എന്നവരങ്ങ് കടന്നുപോയി. ഇപ്പോൾ നമ്മുടെയൊക്കെ പാരൻസിൻ്റെ ജനറേഷൻ, എൻ്റെയൊക്കെ പാരൻസിൻ്റെ ജനറേഷൻ എന്ന് പറഞ്ഞാലും അവർ കുറേ പേര് വർക്കിംഗ് പ്രൊഫഷണൽസ് ആയിരുന്നു. അതിൻ്റെ കൂടെ വീട്ടുകാര്യങ്ങൾ നോക്കി ആരോഗ്യം നോക്കാതെയാണ് ആ ഒരു ജനറേഷൻ പോയിട്ടുള്ളത്. ഇങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മെനോപോസ് ഒരു ഫേസ് ആണ്, അത് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. കുറച്ച് കാര്യങ്ങൾ ആ സമയത്ത് ശ്രദ്ധിക്കാനുണ്ട് എന്നൊന്നും റിയലൈസ് ചെയ്യാതെയാണ് അവരുടെ ആ ഒരു മെനോപോസൽ ഫേസ് കടന്നുപോയത്. പക്ഷെ ഇപ്പോൾ കാലഘട്ടം മാറിയിട്ടുണ്ട്, എല്ലാവർക്കും ഇൻഫർമേഷൻസ് അവൈലബിൾ ആണ്. എന്തൊക്കെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് ഈ ഒരു ഫേസ് ഈസിലി ഗ്രേസ്ഫുള്ളി കടന്നു പോകാൻ പറ്റും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പം അതിനുവേണ്ടി ആദ്യം എന്താണ് മെനോപോസ്? നാച്ചുറലായിട്ട് ബയോളജിക്കലായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഒരു സ്ത്രീയുടെ റിപ്രൊഡക്റ്റീവ് ഏജ് തീരുന്ന ഒരു സംരംഭമാണ് മെനോപോസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഓവറീസ് ഒക്കെ ചുരുങ്ങി അവരുടെ ആ സംബന്ധിച്ചുള്ള ഹോർമോൺസ് ഒക്കെ റിലീസ് ചെയ്യുന്നത് കുറഞ്ഞ് ഈ ഒരു ഇല്ലാതാവുക എന്നൊരു അവസ്ഥയിലേക്ക് വരികയാണ്. അപ്പോൾ മെനോപോസ് എന്നൊരു ടേം പറയുന്നത് എപ്പോഴാണ്? ഒരു വർഷം കണ്ടിന്യൂസ് ആയിട്ട് 12 മാസം മാസക്കുളി ഇല്ലാതിരിക്കുമ്പോഴാണ് മെനോപോസ് ആയി എന്ന് ക്ലിനിക്കലി സ്ഥിരീകരിക്കാൻ പറ്റുന്നത്. ഇനി ഈ മെനോപോസ് ആയതുകൊണ്ട് എന്തെങ്കിലും ഗുണങ്ങളുണ്ടോ? ആദ്യത്തെ ഗുണം എന്താണ്?
മാസക്കുളി നിന്നു അല്ലേ? അപ്പൊ ട്രാവൽ ചെയ്യാൻ ബുദ്ധിമുട്ടില്ല, ക്ഷേത്രങ്ങളിലൊക്കെ പോകാൻ ബുദ്ധിമുട്ടില്ല, എന്തെങ്കിലും ഫങ്ഷൻസ് അറ്റൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല. അപ്പൊ ഇതിൽ നിന്നൊക്കെ ഒരു ഫ്രീഡം. അതിന്റെ കൂടെ തന്നെ ഈ മെൻസ്ട്രേഷന്റെ കൂടെ വരുന്ന കുറെ കാര്യങ്ങളിൽ നിന്നും നമുക്ക് ഫ്രീഡം കിട്ടുകയാണ്. എന്താണ് മെൻസസ് വരുന്ന സമയത്തുള്ള വയറുവേദന, നടുവേദന, കാലിൽ ക്രാംസ് വരുന്നത്, കൊച്ചുപിടുത്തം, കാലുവേദന, ക്ഷീണം, ഇതൊക്കെ ഇല്ലാതാവുന്നു. അതിൻ്റെ കൂടെ ഫൈബ്രോയിഡ്സിന്റെ ബുദ്ധിമുട്ടുള്ളവർക്ക് ആ യൂട്രസ് ചുരുങ്ങുമ്പോൾ ഫൈബ്രോയിഡ്സും കുറയുന്നു. എൻഡോമെട്രിയോസിസ്, മെൻസസിന്റെ സമയത്ത് വരുന്ന മൈഗ്രെയിൻസ്, ഈ സംഭവങ്ങളൊക്കെ മെൻസസ് ഇല്ലാതാവുന്നതോടെ ഇതുമൊക്കെ ഇല്ലാതാവുകയാണ്. പിന്നെ എന്താണ്, പ്രഗ്നൻസിയുടെ റിസ്ക് ഇല്ലാതെ പേടിക്കാതെ കാര്യങ്ങൾ ചെയ്യാം. പിന്നെന്താണ്, ഹോർമോൺസ് ഒക്കെ സ്റ്റെബിലൈസ് ആവുന്ന ഒരു അവസ്ഥയാണ്. മെനാർക്കി തൊട്ട് പ്രഗ്നൻസി, ഡെലിവറി, ഓരോ പ്രാവശ്യമുള്ള മെൻസ്ട്രേഷൻ, ഇതിനൊക്കെ ഒരുപാട് ഹോർമോൺസിന്റെ ലെവൽസ് മുകളിലും താഴെയായിട്ട് ഇങ്ങനെ കുറഞ്ഞും കൂടിയൊക്കെ ഇരിക്കുകയാണ്. അപ്പൊ ഈ ഹോർമോൺസ് ഒക്കെ നമ്മുടെ ശരീരം കൊണ്ട് അമ്മാനം ആടുന്ന ഒരവസ്ഥയാണ്. അതിൽ നിന്നൊക്കെ മാറി ഈ ഹോർമോൺ ലെവലൊക്കെ ഒന്ന് സ്റ്റെബിലൈസ് ആയി നമ്മുടെ ഉള്ളിലെ ആ ഒരു എൻവയറമെന്റ് ശാന്തമാകുന്ന ഒരു സമയമാണ് ഈ മെനോപോസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്തൊക്കെ ഗുണങ്ങൾ നമുക്കുണ്ടാവും? മാനസികമായിട്ടുള്ള ആരോഗ്യം മെച്ചപ്പെടും, ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവും, സ്ട്രെങ്ത്, ഇന്നർ സ്ട്രെങ്ത് ഒരുപാട് കൂടും. എന്താ, വിമൻ ആഫ്റ്റർ 40 എന്ന് പറയുന്ന ഒരു ഡേഞ്ചറസ് സ്പീഷീസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു ജനറേഷനാണിത്. എന്നുവെച്ചാൽ അവർക്ക് പേടിയില്ല. ആരെങ്കിലും ജഡ്ജ് ചെയ്യുമോ, ഓ ഇയാൾ എന്നെ നോക്കുന്നുണ്ടോ, ഞാൻ ഇങ്ങനെ ഡ്രസ് ചെയ്താൽ എങ്ങനെ ഇരിക്കും, അങ്ങനൊന്നും ഒരു പേടിയില്ല. ആരെന്ത് പറഞ്ഞാലും കുഴപ്പമില്ല എന്നൊരവസ്ഥ. അവർക്ക് ആ ഒരു മെച്യൂരിറ്റി എത്തി, ഇമോഷണൽ സൈക്കോളജിക്കൽ മെച്യൂരിറ്റി അവർക്ക് എത്തി. പിന്നെ സ്വന്തം കാര്യം, സ്വന്തം ഹെൽത്ത് നോക്കാൻ, സ്വന്തം മാനസികാരോഗ്യം നോക്കാൻ, സ്വന്തം ഡെവലപ്മെന്റ് നോക്കാൻ, ഗ്രോത്ത് നോക്കാനൊക്കെ ഒരു സമയവും സന്ദർഭവും കിട്ടുകയാണ് ഈ മെനോപോസിന്റെ സമയത്ത്. ഈ സ്പിരിച്വൽ പാത്തിലോട്ടൊക്കെ പോകുന്നവർക്ക് ഈ മെനോപോസ് നല്ലൊരു സമയമാണ്. അപ്പൊ ഇത്രയൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ടായിട്ടും പിന്നെ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? എന്താണ് നമ്മൾ ഈ മെനോപോസിനെ കുറിച്ച് പേടിക്കാനുള്ളത്? പേടിക്കാൻ സത്യം പറഞ്ഞാൽ ഒന്നുമില്ല. നമ്മൾ കോവിഡിന്റെ സമയത്ത് പറഞ്ഞതുപോലെ പേടിയല്ല, ജാഗ്രതയാണ് വേണ്ടത്. പറഞ്ഞ പോലെ മെനോപോസിനെ പറ്റിയും പേടിയല്ല, ജാഗ്രതയാണ് വേണ്ടത്. നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. ഈ മെനോപോസിന്റെ ഏജ് എപ്പോഴാണ്, ഏകദേശം എപ്പോഴാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇപ്പൊ സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് 45 മുതൽ 55 വയസ്സ് വരെയാണ് ഇതിന്റെ സാധ്യത കൂടുതൽ. പക്ഷെ ഓരോരുത്തരുടെ ദേഹപ്രകൃതി അനുസരിച്ച്, ജനറ്റിക് അനുസരിച്ച്, അവർക്ക് ഓൾറെഡി ഉള്ള വേറെ എന്തെങ്കിലും അസുഖങ്ങൾ അനുസരിച്ച്, അവരുടെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ച് ഒക്കെ ഈ ഏജ് വ്യത്യാസം വരാം. ഇപ്പൊ ഇന്ത്യയിൽ ഇതിന്റെ ഒരു ആവറേജ് ഏജ് പറയുന്നത് 46.2 ആണ്. അപ്പൊ ഇതിന്റെ ഒരു ±4 ഇയേഴ്സ് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, ഏർലി മെനോപോസ് എന്താണ്? ഏർലി മെനോപോസ് എന്ന് പറഞ്ഞാൽ ഒരു 40 വയസ്സിനുള്ളിൽ തന്നെ മെനോപോസ് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഏർലി മെനോപോസ് എന്ന് പറയും. 40 വയസ്സിന് മുമ്പേ വരുന്ന മെനോപോസ് ആണെങ്കിൽ അതിനെ പ്രീമെച്വർ മെനോപോസ് എന്ന് പറയും. പ്രീമെച്വർ കൂടുതലും എന്തെങ്കിലും അസുഖം വരുമ്പോൾ, അതായത് പ്രൈമറി ഒവേറിയൻ ഡെഫിഷ്യൻസി പോലെ എന്തെങ്കിലും അസുഖം വരുമ്പോഴാണ് ഈ പ്രീമെച്വർ മെനോപോസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. ഇനി ഇൻഡ്യൂസ്ഡ് മെനോപോസ് എന്താണ്? ഇതുപോലെ വേറെ എന്തെങ്കിലും അസുഖം വന്ന് ഇപ്പൊ ഹിസ്റ്ററക്ടമി നടത്തി ക്യാൻസറോ ഫൈബ്രോയിഡ്സോ എന്തെങ്കിലും വന്നു, എന്തെങ്കിലും കെമിക്കൽ ട്രീറ്റ്മെന്റ് കൊണ്ടാവാം. അപ്പൊ മനഃപൂർവ്വം ഇൻഡ്യൂസ് ചെയ്യുന്ന മെനോപോസിനെയാണ് ഇൻഡ്യൂസ്ഡ് മെനോപോസ് എന്ന് പറയുന്നത്. ഇനി ലേറ്റ് ഓൺസെറ്റ് മെനോപോസും ഉണ്ട്. ലേറ്റ് ഓൺസെറ്റ് എന്താണ്? ലേറ്റ് ആയിട്ട് വരുന്ന മെനോപോസ്. ഒരു 55 കഴിഞ്ഞിട്ടും, ചിലർക്ക് 60 കഴിഞ്ഞിട്ടും പീരീഡ്സ് റെഗുലർ ആയിട്ട് വരുന്ന ലേഡീസ് ഉണ്ട്. അവർക്ക് പേടിക്കാൻ ഒരുപാടില്ല. പക്ഷെ 60-65 ഒക്കെ വരുമ്പോഴും അവർക്ക് ഒരുപാട് ക്ഷീണങ്ങളും അത് സംബന്ധിച്ചുള്ള പ്രോബ്ലംസും വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ളവർക്കും കെയർ ആവശ്യമുണ്ട്. ഇനി ഇതിന്റെ ഒരു ടൈം ലൈൻ ശ്രദ്ധിച്ചാൽ, മെനോപോസ് ആ ഒരു ടേം പറയുന്നത് എപ്പോഴാണ്? നമ്മൾ പറഞ്ഞു 12 മാസത്തോളം കണ്ടിന്യൂസ് ആയിട്ട് പീരീഡ്സ് വരുന്നില്ല എന്നുണ്ടെങ്കിൽ അത് മെനോപോസ് ആയി നമുക്ക് സ്ഥിരീകരിക്കാൻ പറ്റും. ഇനി പോസ്റ്റ് മെനോപോസ് എന്താണ്? ഈ മെനോപോസൽ സിംറ്റംസ് ഒക്കെ തീർന്ന് ഈ ഹോർമോൺസ് ഒക്കെ സ്റ്റെബിലൈസ് ആയി മെനോപോസ് സംബന്ധിച്ചുള്ള എല്ലാ പ്രശ്നങ്ങളും തീരുന്ന ഒരു അവസ്ഥയ്ക്കാണ് നമ്മൾ പോസ്റ്റ് മെനോപോസ് എന്ന് പറയുന്നത്.
ഇനി വേറെ ഒരു ടേം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് പെരി മെനോപോസ്. എന്താണ് പെരി മെനോപോസ്? ഈ മെനോപോസിന് ചുറ്റുമുള്ള കുറച്ച് വർഷങ്ങളാണ് പെരി മെനോപോസ് എന്ന് പറയുന്നത്. മെനോപോസിന് മുമ്പും മെനോപോസ് സംഭവിച്ച് കഴിഞ്ഞിട്ടും ഉള്ള കുറച്ച് വർഷങ്ങളോ മാസങ്ങളോ, ചിലർക്ക് മാസങ്ങളാണ്, ചിലർക്ക് വർഷങ്ങളാണ്. ഈ പെരി മെനോപോസ് ആണ് ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടം. ഇത് കടന്നു പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, സപ്പോർട്ട് വേണ്ട ഒരു സന്ദർഭമാണ്. ഇനി പെരി മെനോപോസ് നമ്മളെ ഇട്ട് വട്ടം കറക്കുന്ന ഒരു ഫേസ് ആണ് പെരി മെനോപോസ്. അത് എപ്പോഴാണ് തുടങ്ങുക? അറൌണ്ട് 40 ഇയേഴ്സ്. നമ്മൾ പറഞ്ഞു 46 ഒക്കെയാണ് ആവറേജ് മെനോപോസിന്റെ ഏജ്. അപ്പം മെനോപോസ് സംഭവിക്കുന്നതിന്റെ കുറച്ച് വർഷങ്ങൾ മുമ്പ് തൊട്ടേ പെരി മെനോപോസൽ സിംറ്റംസ് തുടങ്ങും. അപ്പോൾ ഏറ്റവും ആദ്യം തുടങ്ങുന്ന അല്ലെങ്കിൽ നോട്ടീസ് ചെയ്യുന്ന സിംറ്റം എന്ന് പറയുന്നത് ഇറഗുലർ മെൻസസ് ആണ്. അപ്പോൾ ചില മാസം പീരീഡ്സ് ഉണ്ടാവില്ല, ചിലപ്പോൾ 2-3 മാസങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും പീരീഡ്സ് വരുന്നത്. ആ സമയത്ത് ചിലപ്പോൾ കുറച്ച് ദിവസങ്ങളേ ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ കുറേ ദിവസങ്ങൾ നീണ്ടു നിൽക്കാം. അതുമായിട്ടുള്ള സിംറ്റംസ് ഒക്കെ കൂടുതലായിരിക്കും. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ നോട്ടീസ് ചെയ്യുന്ന സിംറ്റംസ് ഇറഗുലർ മെൻസസ് ആണ്. പിന്നെ ഇത് എത്ര നാൾ നീണ്ടു നിൽക്കാം? നമ്മൾ പറഞ്ഞു ചിലർക്ക് മാസങ്ങൾ, ചിലർക്ക് വർഷങ്ങൾ. ജനറലി പറഞ്ഞാൽ ഒരു 2 to 8 ഇയേഴ്സ് ആണ് ഇതിൻ്റെ ടൈം പറയുന്നത്. ആവറേജ് 7 ഇയേഴ്സ് നമുക്ക് കൂട്ടാം. അതായത് മെനോപോസ് നടക്കുന്ന ആ ഒരു വർഷം കഴിഞ്ഞിട്ടാണല്ലോ മെനോപോസ് നമ്മൾ സ്ഥിരീകരിക്കുന്നത്. ആ സമയത്തിൻ്റെ ഒരു 3-4 വർഷം മുമ്പും 3-4 വർഷം കഴിഞ്ഞിട്ടും ഈ ഒരു മെനോപോസൽ ഏജ് നമുക്ക് പറയാം. അപ്പോൾ ഒരു ഹോർമോണൽ റോളർ കോസ്റ്റർ ആണ് ഈ മെനോപോസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെ സഹായിക്കുന്ന, നമ്മുടെ ശരീരത്തിലെ ഓരോ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്ന, റെഗുലേറ്റ് ചെയ്യുന്ന ഒരുപാട് ഹോർമോൺസ് കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യുകയാണ്. അപ്പം ഒരു കൺഫ്യൂഷൻ, ഒരു പാനിക്കായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് ശരീരം പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് ഹോർമോൺസ് ഇതിൻ്റെ റോള് പ്ലേ ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹോർമോണാണ് ഈസ്ട്രോജൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈസ്ട്രോജൻ, പ്രൊജസ്ട്രോൺ, FSH, LH, അങ്ങനെ ഒരുപാട് ഹോർമോൺസ് ഇതിൽ വരുന്നുണ്ട്. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഈസ്ട്രോജൻ ആണ്. അപ്പോൾ ഈസ്ട്രോജൻ എന്ന് പറഞ്ഞാൽ ഒരു ലേഡിയെ സംബന്ധിച്ചിടത്തോളം ഫെമിനിൻ എനർജി നമുക്ക് തരുന്ന ഒരു ഹോർമോണാണ് ഈസ്ട്രോജൻ. എല്ലാ കാര്യങ്ങൾക്കും, പ്രഗ്നൻസി, മെൻസസ് റെഗുലേറ്റ് ചെയ്യാൻ, ഡെലിവറിയുടെ സമയത്ത്, ഓരോ പ്രാവശ്യം പീരീഡ്സിൻ്റെ സമയത്ത്, ഒരുപാട് കാര്യങ്ങൾക്ക് ഈസ്ട്രോജൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ പീരീഡ്സുമായിട്ട് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ മാത്രമല്ല, ജനറലി ബോഡിയിലെ ഫുൾ കൺട്രോള് ഈസ്ട്രോജൻ്റെ ആണെന്ന് പറയാം. നമ്മളിപ്പോൾ മലയാളം മൂവീസിലോ അല്ലെങ്കിൽ തമിഴ് സിനിമയിലൊക്കെ കാണാറുണ്ട്, ഭയങ്കര പവർഫുൾ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള അച്ഛൻ. അച്ഛൻ നാട് മൊത്തം വിറപ്പിക്കുന്ന ഒരു അച്ഛനായിരിക്കും. പക്ഷെ ആ അച്ഛൻ്റെ ഓരോ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് മോളായിരിക്കും, അല്ലെ? പുന്നാര മോള് അച്ഛൻ്റെ ഏത് ഡ്രസ്സ് ഇടണം, അച്ഛൻ എന്ത് ഭക്ഷണം കഴിക്കണം, ഏത് വാച്ച് ഇടണം, അച്ഛൻ എങ്ങനെ നടക്കണം, ആരോട് സംസാരിക്കണം, ആരോട് സംസാരിക്കരുത്, എല്ലാം നിയന്ത്രിക്കുന്നത് ഈ പുന്നാര മോളായിരിക്കും. അതുപോലെ നമ്മുടെ ഒരു പുന്നാര മോളാണ് ഈ ഈസ്ട്രോജൻ എന്ന് പറയുന്നത്. ഈസ്ട്രോജൻ എന്തൊക്കെ നിയന്ത്രിക്കും? മെൻസ്ട്രൽ സൈക്കിൾ നിയന്ത്രിക്കും, റിപ്രൊഡക്റ്റീവ് ഓർഗൻസിൻ്റെയൊക്കെ ഡെവലപ്മെന്റ് നിയന്ത്രിക്കുന്നത് ഈസ്ട്രോജൻ ആണ്. ബോൺ ഡെൻസിറ്റി, ഇപ്പോൾ എല്ലുകളുടെ സ്ട്രെങ്ത് റെഗുലേറ്റ് ചെയ്യുന്നതും ഈസ്ട്രോജൻ ആണ്. സ്കിന്നിൻ്റെ എലാസ്റ്റിസിറ്റിയും ഹെയറിൻ്റെ സ്ട്രെങ്ത്തും ഒക്കെ റെഗുലേറ്റ് ചെയ്യുന്നത് ഈസ്ട്രോജൻ ആണ്. റെഗുലേറ്റ് ചെയ്യുന്നത് ഈസ്ട്രോജൻ ആണ് എന്ന് പറയുമ്പോൾ ഇതിനൊക്കെ റെഗുലേറ്റ് ചെയ്യാൻ വേറെ ആൾക്കാരും ഉണ്ട്, പക്ഷെ വലിയൊരു റോള് പ്ലേ ചെയ്യുന്നുണ്ട് ഈസ്ട്രോജൻ. അപ്പം ബോഡിയിലെ ഫാറ്റ് ഡിസ്ട്രിബ്യൂഷൻ, അതായത് ഇത് പീരീഡ്സ് കഴിഞ്ഞിട്ട്, മെനോപോസ് കഴിഞ്ഞിട്ടുള്ളവർക്ക് ആ ഒരു ഫാറ്റ് ഡിസ്ട്രിബ്യൂഷൻ യൂണിഫോം അല്ലാത്ത കാരണം ഈസ്ട്രോജൻ ഇല്ലാത്ത അവസ്ഥയാണ്. ഇനി കൊളസ്ട്രോളിൻ്റെ ലെവല് റെഗുലേറ്റ് ചെയ്യുന്നത്, മൂഡ് റെഗുലേറ്റ് ചെയ്യുന്നത്, മാനസികാരോഗ്യം റെഗുലേറ്റ് ചെയ്യുന്നത്, പിന്നെ വജൈനൽ ലൂബ്രിക്കേഷൻ ആൻഡ് ഇലാസ്റ്റിസിറ്റി റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഹാർട്ടിൻ്റെയും ബ്ലഡ് വെസൽസിൻ്റെയും ഹെൽത്തും ഈസ്ട്രോജനൊരു പങ്കുണ്ട്. ഇനി ബോഡി ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട് ഈസ്ട്രോജൻ. ബ്ലാഡർ, മൂത്രസഞ്ചിയുടെയും നാഡിയുടെയും ഒക്കെ
നാളത്തിൻ്റെയൊക്കെ ആരോഗ്യം നോക്കുന്നുണ്ട്. മെറ്റബോളിസം മൊത്തത്തിൽ നമ്മുടെ ഒരു പാചനശക്തിയിലും ഈസ്ട്രജൻ്റെ ഒരു പങ്കുണ്ട്. ഇനി ബ്രസ്റ്റ് ടിഷ്യൂ ഡെവലപ്മെന്റിൽ പങ്കുണ്ട്. ലിബിഡോ, അതായത് സെക്ഷൽ ഡിസയർ ഉണ്ടാവാൻ, സെക്ഷൽ എനർജിയുടെ കാര്യത്തിലും ഈസ്ട്രജൻ ഒരു റോൾ ഉണ്ട്. ജോയിൻസ് ആൻഡ് മസിൽസിന്റെ സ്ട്രെങ്ത്തിന് ഈസ്ട്രജൻ ഇമ്പോർട്ടൻ്റ് ആണ്. രോഗപ്രതിരോധ ശക്തി വളർത്താൻ ഈസ്ട്രജന് ഒരു പങ്കുണ്ട്. ഇൻസുലിൻ സെൻസിറ്റിവിറ്റി, അതായത് ഡയബറ്റീസ് പോലത്തെ ഒരവസ്ഥ, ഇൻസെൻസിറ്റിവിറ്റി കൂടുമ്പോഴാണ് പയ്യെ അത് ഗ്രാജുവലി ഡയബറ്റീസിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട്. ഇനി പ്യൂബർട്ടിയുടെ സമയത്തുള്ള ബ്രെയിൻ ഡെവലപ്മെന്റിൽ വരെ ഈസ്ട്രജന് ഒരു റോളുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളിൽ ഇടപെടുന്ന ഒരാള്, നമ്മൾ ഈ പറഞ്ഞ ഒരു പുന്നാര മോള്, ആ ഒരു മോളെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്ന അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്ന ആ ഒരു മോള് കല്യാണം കഴിച്ചു പോകുമ്പോൾ ഉള്ള ആ വീട്ടുകാരുടെ ഒരു അവസ്ഥയില്ലേ, എന്താണ്, പെട്ടെന്ന് ഒരു നാഥനില്ലാത്ത കളരി പോലെ ആയിപ്പോ. ആർക്കും എന്താ എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് അറിയില്ല. മൊത്തത്തിലൊരു കൺഫ്യൂഷൻ, പാനിക്. ആ ഒരു അവസ്ഥയാണ് മെനോപോസിന്റെ സമയത്ത് നമുക്ക് ഉണ്ടാവുന്നത്. ഇനി ഇതിൻ്റെ ഒരുപാട് ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ഉണ്ട്. ഓരോന്നായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്ത് പോവാം. ആദ്യം രക്തക്കുഴലുകൾ സംബന്ധമായിട്ടുള്ള സിംറ്റംസ് എന്താണ്? ഹോട്ട് ഫ്ലഷസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിംറ്റമാണ്, ഏറ്റവും ഡിസ്ട്രെസ്സിങ് ആയിട്ടുള്ള സിംറ്റമാണ്. എന്താണ്? ചൂട് അരിച്ച് കയറുക എന്ന് പറയും. സ്കിന്നിലും ഫേസിലും നെക്കിലും എന്താണ് ചെസ്റ്റിലും കൈയും കാലിലും ഒക്കെ പാദത്തിലും കൈ വെള്ളയിലും ഒക്കെ ചൂട് അരിച്ച് കയറുന്ന അവസ്ഥയാണ്. പെട്ടെന്ന് എന്തെങ്കിലും ചിലപ്പോൾ ഒരു കാരണം ഉണ്ടാവില്ല, വെറുതെ ഇരിക്കുമ്പോഴായിരിക്കും ഈ ഹോട്ട് ഫ്ലഷസ് അല്ലെങ്കിൽ ഹോട്ട് ഫ്ലാഷസ് എന്നും പറയാം. കൂടുതലും മെഡിക്കലി യൂസ് ചെയ്യുന്ന ടേം ഹോട്ട് ഫ്ലഷസ് ആണ്. അപ്പൊ ഈ ഹോട്ട് ഫ്ലഷസ് വന്നു കഴിയുമ്പോൾ ഒരു പാനിക്കായ അവസ്ഥയാണ്. അതിൻ്റെ കൂടെ ഒരു വെഫ്രാളും നെഞ്ചിടിപ്പ് കൂടുതലും ഒക്കെ ഉണ്ടാവും. ഇത് വരുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ഹൈപ്പോതലാമസ്, ബ്രെയിനിലെ ഹൈപ്പോതലാമസിനെ റെഗുലേറ്റ് ചെയ്യുന്നത് ഹൈപ്പോതലാമസ് ആണ് തെർമോസ്റ്റാറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അതായത് ബോഡിയുടെ ടെമ്പറേച്ചർ എപ്പോൾ കൂടണം എപ്പോൾ കുറയണം ഒക്കെ തീരുമാനിക്കുന്നത് ഈ ഹൈപ്പോതലാമസ് ആണ്. പക്ഷെ ഹൈപ്പോതലാമസിനെ ഒന്ന് റെഗുലേറ്റ് ചെയ്യാൻ, മയപ്പെടുത്തി കൊണ്ടുപോകുന്നത് ഈസ്ട്രജൻ ആയിരുന്നു. ആ ഈസ്ട്രജന്റെ ലെവൽ കുറഞ്ഞപ്പോൾ ഹൈപ്പോതലാമസിന് പെട്ടെന്ന് ഈ പാനിക് ആവുകയാണ്, വെഫ്രാളാവുകയാണ്. എപ്പോഴാണ് കൂട്ടേണ്ടത് എപ്പോഴാണ് കുറയേണ്ടത് എന്നൊന്നും ഒരു അറിയില്ല, പെട്ടെന്നൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ ചെറുതായിട്ടൊന്ന് കൂടിയാൽ തന്നെ ഭയങ്കരമായിട്ട് ടെമ്പറേച്ചർ കൂട്ടാൻ ശ്രമിക്കുകയാണ് ഹൈപ്പോതലാമസ്. അപ്പോൾ ഇത് കൂട്ടുമ്പോൾ ടെമ്പറേച്ചർ, ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ എന്താണ് ഉണ്ടാവുക? സ്വെറ്റിംഗ് ഉണ്ടാവും. അപ്പോൾ പ്രൊഫ്യൂസ് ആയിട്ടുള്ള സ്വെറ്റിംഗ് ഉണ്ടാവും. സ്വെറ്റിംഗ് ഉണ്ടാവുമ്പോൾ പെട്ടെന്ന് ശരീരം തണുക്കുകയാണ്, അപ്പോൾ ചിൽസ് ഉണ്ടാവും. അപ്പോൾ ഈ ചൂടും പെട്ടെന്നുള്ള ഒരുപാട് വേർപ്പും ചിൽസും അതിൻ്റെ കൂടെ ഈ ഫ്രസ്ട്രേഷനും ആങ്സൈറ്റിയും ഒക്കെ കൊണ്ട് വല്ലാത്തൊരു അവസ്ഥയാവാണ് പെരിമെനോപോസൽ സ്റ്റേജിൽ ഓരോ സ്ത്രീയും. അപ്പോൾ ഈ സിംറ്റംസ് ഒക്കെ കൂടിയും കുറഞ്ഞു. ചിലർക്ക് ഹോട്ട് ഫ്ലഷസ് ആയിരിക്കും കൂടുതൽ, ചിലർക്ക് വേറെ ഏതെങ്കിലും സിംറ്റം ആയിരിക്കും കൂടുതൽ. അപ്പോൾ ഇത് എത്രത്തോളം വരണം എന്നെല്ലാം നിശ്ചയിക്കുന്നത് ഓരോരുത്തരുടെ ലൈഫ് സ്റ്റൈലും അവരുടെ ഹെറിഡിറ്ററി ഫാക്ടേഴ്സും ഒക്കെയാണ്. ഇനി സൈക്കോളജിക്കൽ ചേഞ്ചസ് ആണ് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യം. എന്തൊക്കെയാണ്? മൂഡ് ചേഞ്ചസ് ഒരുപാട് വരാം. പെട്ടെന്ന് സങ്കടം വരിക, പെട്ടെന്ന് ദേഷ്യം വരിക, പെട്ടെന്ന് പേടി വരിക, ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റാതെ വരിക, മൊത്തത്തിലൊന്ന് സ്ലോ ആവുകയാണ്. ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, എന്താ ചെയ്യേണ്ടത്? എന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമായിരിക്കും, പക്ഷെ ഇടയ്ക്ക് സ്റ്റക്കായി പോവുക, ആ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സ്പീഡിൽ ചെയ്യാൻ പറ്റാതെ വരിക, കാര്യങ്ങൾ മറന്നു പോകാൻ തുടങ്ങുക. എപ്പോഴും താക്കോല് വെക്കുന്നത് ഒരേ സ്ഥലത്തായിരിക്കും, പക്ഷെ താക്കോലൊക്കെ എവിടെയാ വെച്ച് ഓർമ്മയില്ല. കുട്ടികളിലെ ചെറിയ ചെറിയ മിസ്റ്റേക്സ് ആണെങ്കിലും ഭയങ്കരമായിട്ട് വഴക്ക് പറയാം. അപ്പോൾ ഭയങ്കര ദേഷ്യം വരിക, ചെറിയ കാര്യമാണെങ്കിലും ഭയങ്കരമായിട്ട് ദേഷ്യം വരിക, ഭയങ്കരമായിട്ട് ഫീൽ ആവുക, പെട്ടെന്ന് കരച്ചിൽ വരിക. സന്തോഷവും അതുപോലെ പെട്ടെന്ന് വരും കേട്ടോ. അപ്പോൾ ആ ഒരു മൂഡ് സ്വിങ്സ് ഭയങ്കരമാണ്. അവർക്ക് തന്നെ ക്ഷീണം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഈ മൂഡ് സ്വിങ്സ് എന്ന്. അവരുടെ കൺട്രോളിൽ ഇല്ലാതെ കാര്യങ്ങൾ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ആങ്സൈറ്റി ഉണ്ടാവും,
ഡിപ്രഷൻ ഉണ്ടാവും. അപ്പോൾ ഏകദേശം 70% സ്ത്രീകൾക്ക്, പെരിമെനോപോസൽ സ്ത്രീകൾക്ക് ഈ ഡിപ്രഷന്റെ സിംറ്റംസ് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ക്ഷീണം, എനിക്ക് വയ്യ, എവിടെയെങ്കിലും ഒന്ന് ഇരുന്നാ മതി എന്ന് തോന്നുന്ന അവസ്ഥ. ഇത് പിന്നെ വരുന്നത് കോൺഫിഡൻസ് കുറവാണ്, ആത്മവിശ്വാസക്കുറവാണ്. എന്താണ്, സ്കിന്നിലെ ചേഞ്ചസ് വരികയാണ്, മാനസികമായി ചേഞ്ചസ് വരികയാണ്. പണ്ടത്തെ പോലെ കാര്യങ്ങൾ സ്മാർട്ടായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഈ ഹോട്ട് ഫ്ലഷസിൻ്റെ ബുദ്ധിമുട്ട്, വേറെ പല ബുദ്ധിമുട്ടുകളും വന്നു തുടങ്ങുമ്പോൾ എന്താണ്, മുടി കൊഴിച്ചിലുണ്ടാവും. എല്ലാം എന്ന് പറയുമ്പോൾ ആ ഒരു സെൽഫ് കോൺഫിഡൻസ് പോവുകയാണ്. ഐ എം നോട്ട് ബ്യൂട്ടിഫുൾ എനിമോർ, എൻ്റെ സൗന്ദര്യമൊക്കെ നഷ്ടപ്പെട്ട് വരികയാണ്, ബാക്കിയുള്ളവർ എന്നെ ഇനി വില കൽപ്പിക്കുന്നുണ്ടാവില്ല, അങ്ങനെയൊക്കെ തോട്ട്സ് വരാൻ തുടങ്ങുന്ന ഒരു സമയമാണ്. പിന്നെ മെമ്മറി ലോസും വരാം, ബ്രെയിനിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ബ്രെയിൻ ഫോഗ് എന്ന് പറയുന്നത്, അതായത് ചിന്തിച്ച് പിന്നെ അങ്ങ് ഒന്നും ചിന്തിക്കാൻ പറ്റുന്നില്ല. ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ ഒരുപാട് സമയം അത് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റുന്നില്ല, കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, പെട്ടെന്ന് ക്ഷീണം വരും. അങ്ങനെയൊക്കെ, അതൊക്കെയാണ് കോഗ്നിറ്റീവ് ചേഞ്ചസ് എന്ന് പറയുന്നത്. ഇനി യൂറോജനൈറ്റൽ സിംറ്റംസ്, മൂത്രസഞ്ചിയും ജനനേന്ദ്രിയങ്ങളെ സംബന്ധിച്ചുള്ള സിംറ്റംസ്. ആദ്യത്തെ പ്രൊമിനൻ്റ് ആയിട്ടുള്ള സിംറ്റം ഇൻകോണ്ടിനൻസ് ആണ്, നിയന്ത്രണം ഇല്ലായ്മ. അപ്പം മൂത്രം നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. എപ്പോഴൊക്കെയാണ് അത്? രണ്ട് രീതിയിൽ ഉണ്ടാവാം, സ്ട്രെസ് ഇൻകോണ്ടിനൻസും ഏർജ് ഇൻകോണ്ടിനൻസും. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്നുള്ള ചുമ, തുമ്മൽ, ആ സമയത്തൊക്കെ ആ ഒരു അബ്ഡോമിനൽ വയറിലെ പ്രഷർ കൊണ്ട് മൂത്രം അറിയാതെ പോകുന്നത്, അതാണ് സ്ട്രെസ് ഇൻകോണ്ടിനൻസ്. ഏർജ് ഇൻകോണ്ടിനൻസ് എന്ന് പറഞ്ഞാൽ അത്രയും സമയം മൂത്രം പാസ് ചെയ്യണമെന്നൊന്നും ആഗ്രഹം ഉണ്ടാവില്ല, പക്ഷെ ബാത്റൂം കണ്ടു കഴിഞ്ഞാൽ, ബാത്റൂമിൻ്റെ ഡോറ് കണ്ടു കഴിഞ്ഞാൽ തന്നെ പിന്നെ ഒരു വെപ്രാളാണ്, അയ്യോ പോണം, എത്തില്ല, ബാത്റൂം വരെ ചിലപ്പോൾ എത്തിയെന്ന് വരില്ല, അതിനു മുമ്പേ യൂറിൻ പാസ് ചെയ്യാൻ തുടങ്ങും. അതാണ് ഏർജ് ഇൻകോണ്ടിനൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സിംറ്റംസ് ഒക്കെ വരുന്നത് ഈ യൂറോജനൈറ്റൽ അട്രോഫി എന്ന് പറയും. അതായത് അവിടുത്തെ ആ ഭാഗത്തെ മസിൽസും സെൽസും ഒക്കെ ചുരുങ്ങി ഇല്ലാണ്ടാവുന്ന ഒരു അവസ്ഥ വരും. അപ്പം ഇത് ഗ്രാജുവലായിട്ട് വരുന്നതാണ്. അങ്ങനെ വരുമ്പോഴാണ് ഇതിനെ അട്രോഫി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇത് സംബന്ധിച്ചുള്ള സിംറ്റംസ് ഒക്കെ വരുന്നത്. ആ ഒരു പെൽവിക് ഫ്ലോർ മസിൽസിൻ്റെയൊക്കെ സ്ട്രെങ്ത് കുറഞ്ഞു വരും. പെൽവിക് ഫ്ലോർ മസിൽസിൻ്റെ സ്ട്രെങ്ത് വരുമ്പോൾ ഉണ്ടാവുന്ന വേറൊരു മെയിൻ കാര്യമാണ് പ്രൊലാപ്സ്. അത് ബ്ലാഡർ പ്രൊലാപ്സ് ആവാം, യൂട്രസിൻ്റെ പ്രൊലാപ്സ് ആവാം, രക്തത്തിൻ്റെ പ്രൊലാപ്സ് ആവാം. ആ ഭാഗത്തെ ഓർഗൻസ് ഒക്കെ പുറത്തോട്ട് തള്ളി വരിക, അല്ലെങ്കിൽ ആ ഒരു സെൻസേഷൻ ഉണ്ടാവുന്ന കാര്യമാണ് ഈ പ്രൊലാപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഭാഗത്ത് ഒരു വെയിറ്റ് ഉള്ള പോലെ തോന്നും, എന്തോ തള്ളി നിൽക്കുന്ന പോലെ തോന്നും, എന്തോ പുറത്തോട്ട് വരുന്ന പോലെ തോന്നും. അതുപോലെ യൂറിൻ പാസ് ചെയ്യുമ്പോഴും മലം പാസ് ചെയ്യുമ്പോഴും ഒക്കെ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ഇത് ഇൻ്റർകോഴ്സിൻ്റെ സമയത്തും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അപ്പോൾ ഓവർ റിയാക്റ്റീവ് ബ്ലാഡർ കാരണം യൂറിനറി ഇൻഫെക്ഷൻസ് പെട്ടെന്ന് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ യൂറിനറി ഇൻഫെക്ഷൻ നമുക്കറിയാം, ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഫ്രീക്വൻസി കൂടുതലാണ്, പിന്നെയും വരാനുള്ള സാധ്യതകളും കൂടുതലാണ്. പിന്നെ സെക്ഷൽ ഡിസ്ഫങ്ഷൻ, അപ്പോൾ ആ ഭാഗത്തും സെൽസൊക്കെ നഷ്ടപ്പെട്ടു വരികയാണ്, ഡ്രൈനെസ് ഉണ്ടാവുകയാണ്. അപ്പോൾ ഇൻ്റർകോഴ്സിൻ്റെ സമയത്തുള്ള പെയിന്, ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലായ്മ, അതുകൊണ്ട് ഇൻട്രസ്റ്റും കുറയുകയാണ്, ലിബിഡോ, സെക്സ് എനർജിയും കുറയും. പിന്നെ ഫീക്കൽ ഇൻകോണ്ടിനൻസ്, മലം പാസ് ചെയ്യുമ്പോഴും ആ ഒരു കൺട്രോൾ ഇല്ലാത്ത അവസ്ഥ. ഇതൊക്കെയാണ് യൂറോജനൈറ്റൽ സിംറ്റംസ്. ഇനി പ്രോമിനൻ്റ് ആയിട്ടുള്ളതാണ് മസ്കുലോസ്കെലറ്റൽ സിംറ്റംസ്. എന്ന് വെച്ചാൽ എല്ല്, മസിൽസ്, ജോയിൻസ്, സന്ധികളൊക്കെ എങ്ങനെ എഫക്റ്റ് ആവുന്നത് എന്ന് നമുക്ക് നോക്കാം. മസിൽസിൻ്റെ കാര്യത്തിൽ ഈസ്ട്രോജൻ കാൽഷ്യം മെറ്റബോളിസത്തിൽ വലിയൊരു റോള് നിർവഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഈസ്ട്രോജൻ കുറയുമ്പോൾ കാൽഷ്യം മൊത്തത്തിൽ കുറയുകയാണ്. ഓക്കെ, കാൽഷ്യത്തിൻ്റെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കാൽഷ്യം ഉണ്ടെങ്കിലും അത് അബ്സോർബ് ചെയ്യുന്ന ക്വാണ്ടിറ്റി കുറയുന്നു. അപ്പോൾ അബ്സോർപ്ഷൻ, കിഡ്നീസ് അതുപോലെ കാൽഷ്യം പുറത്തോട്ട് കളയുന്നത്, തടഞ്ഞു നിർത്തുന്നത് ഈസ്ട്രോജൻ ആണ്. അപ്പോൾ ഈസ്ട്രോജൻ കുറയുമ്പോൾ കിഡ്നീസ് കൂടുതലായിട്ട് കാൽഷ്യത്തിനെ പുറന്തള്ളാൻ തുടങ്ങുന്നു. അപ്പോൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് കാൽഷ്യം കിട്ടുന്നുമില്ല, കിഡ്നീസ് ആണെങ്കിൽ ഉള്ള കാൽഷ്യം കളയുകയാണ്. അപ്പം എന്താ ചെയ്യുക? ബ്ലഡിൽ കാൽഷ്യം കുറഞ്ഞു.
ഈ കാൽഷ്യം കുറയുമ്പോൾ കാൽഷ്യം വേണ്ടേ, ആവശ്യത്തിന് ജോലി ചെയ്യാൻ കാൽഷ്യം വേണ്ടേ? അപ്പൊ എവിടെ നിന്നാ എടുക്കുക? ബോൺസിൽ നിന്നാണ് ഇതെടുക്കുക. ബോൺസിൽ നിന്നും മസിൽസിൽ നിന്നൊക്കെയാണ് കാൽഷ്യം വലിച്ചെടുക്കുക. അപ്പോൾ ഇതിൽ നിന്നൊക്കെ കാൽഷ്യം ഉള്ളത് ബ്ലഡിലേക്ക് പോകുന്നു. ഇപ്പൊ ബോൺസിന്റെ സ്ട്രെങ്ത് കുറയുന്നു, മസിൽസിന്റെ സ്ട്രെങ്ത് കുറയുന്നു, ജോയിൻസിനെയും അത് എഫക്റ്റ് ചെയ്യുന്നു. അങ്ങനെ വേദന, സ്റ്റിഫ്നെസ്, മസിൽ പെയിന്, ജോയിന്റിൽ ഉള്ള ബുദ്ധിമുട്ടുകൾ ഒക്കെ വന്നു തുടങ്ങുന്നു. ഇനി ബോൺ ഡെൻസിറ്റി, നമ്മൾ പറഞ്ഞ പോലെ തന്നെ കാൽഷ്യം മെറ്റബോളിസത്തിന്റെ തന്നെ എഫക്റ്റ് കൊണ്ട് ബോൺസ് വീക്കർ ആവുന്നു. അവിടെയും വേദനകളും ബുദ്ധിമുട്ടുകളൊക്കെ വന്നു തുടങ്ങുന്നു. ഇനി കൊളാജൻ പ്രൊഡക്ഷൻ. കൊളാജൻ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനെയും മസിൽസിനെയും ഒക്കെ ഒരു എലാസ്റ്റിക് ആയിട്ട്, സോഫ്റ്റ് ആയിട്ട് വെക്കുന്ന ഒരു സംഭവമാണ് കൊളാജൻ. അപ്പൊ അതും കുറഞ്ഞു വരുമ്പോൾ ജോയിൻസ് ഒക്കെ സ്റ്റിഫ് ആവും, മസിൽസ് ഒക്കെ വീക്ക് ആവും, മസിൽസ് ഒക്കെ ടൈറ്റൻ ആയ ഒരു അവസ്ഥയും വരും. ഇനി സൊമാറ്റിക്, ശരീരം മൊത്തത്തിൽ എന്തൊക്കെ സിംറ്റംസ് ഉണ്ടാവാം? ആദ്യത്തെ സിംറ്റം പെയിനിന്റെ സെൻസിറ്റിവിറ്റി. ചെറിയ പെയിൻ ആണെങ്കിലും അത് വലുതായിട്ട് തോന്നും. അത് സഹിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് ആ ഒരു പെയിൻ സെൻസിറ്റിവിറ്റി കൊണ്ടാണ് അവര് ഡ്രമാറ്റിക് ആവുന്നതല്ല. ഓ, ഇത്രയല്ലേ സംഭവിച്ചുള്ളൂ, എന്തിനാ ഇത്രയും കരയുന്നേ എന്നാരെങ്കിലും ചോദിച്ചാൽ അത് അവർ മനഃപൂർവ്വം ചെയ്യുന്നതല്ല. അവർക്ക് വേദന സഹിക്കാനുള്ള കഴിവ് കുറഞ്ഞുപോയി. അപ്പൊ ഈ ഒരു മെനോപോസിന്റെ പെരിമെനോപോസിന്റെ അവസ്ഥയിൽ മാത്രം വരുന്ന ഒരു കാര്യമാണിത്. പെരിമെനോപോസ് കഴിഞ്ഞു, പോസ്റ്റ് മെനോപോസ് ഒക്കെ ആയിന്നുണ്ടെങ്കിൽ ഈ ഒരു അവസ്ഥയൊക്കെ മാറും. ഹോർമോൺസ് ഒക്കെ സ്റ്റെബിലൈസ് ആയി വരുമ്പോൾ ഈ അവസ്ഥയൊക്കെ മാറിക്കിട്ടും. പക്ഷെ ഈ ഒരു സമയത്ത് ഫാമിലിയുടെ സപ്പോർട്ട്, ഫ്രണ്ട്സിന്റെ സപ്പോർട്ട്, സൊസൈറ്റിയുടെ സപ്പോർട്ട് ഒരു സ്ത്രീക്ക് ആവശ്യമുണ്ട്. ഇനി എന്താണ് സ്ലീപ്പ് ഡിസ്റ്റർബൻസസ്? അതും ഭയങ്കരമാണ്. അതിൻ്റെ ഏറ്റവും വലിയ കാര്യം ഈ ഹോട്ട് ഫ്ലഷസ് ആണ്. ഹോട്ട് ഫ്ലഷസ് വരുന്നത് കൂടുതൽ നൈറ്റിൻ്റെ സമയത്ത് വന്നാൽ, നൈറ്റിൽ AC ഇട്ട് കിടന്നാലും, എത്ര കൂടുതൽ സ്പീഡിൽ ഫാൻ ഇട്ട് കിടന്നാലും ഭയങ്കരമായിട്ട് വേർക്കുമ്പോൾ ചിൽസ് വരും, ഉറക്കം കുറയുമ്പോൾ സ്ട്രെസ് ഹോർമോൺ കോർട്ടിസോള് കൂടും. അതൊന്നും കൂടെ ടെൻഷൻ ഉണ്ടാക്കും, മസിൽസിനും വേദനയൊക്കെ ഉണ്ടാവും, ഇൻഫ്ലമേഷനും ഒക്കെ ഉണ്ടാവും. ഇനി വെയിറ്റ് ഫ്ലക്ച്വേഷൻസ്. മെനോപോസ് കഴിഞ്ഞവർക്കായിരിക്കും വെയിറ്റ് കൂടാനുള്ള സാധ്യത കൂടുതൽ. അത്രയും നാള് ഈസ്ട്രോജൻ പിടിച്ചു നിർത്തും, വെയിറ്റ് കൂടരുത്, ഉള്ള ഫാറ്റൊക്കെ ഈക്വൽ ആയിട്ട് എല്ലാ ഭാഗങ്ങളിലേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വരും. ഈസ്ട്രോജൻ കുറയുമ്പോൾ എന്താണ്, ശരീരത്തിനത് മടിയായി, ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനൊന്നും കഴിയത്തില്ല. ഏറ്റവും എളുപ്പം എവിടെ കൊണ്ടിടാമോ അവിടെ കൊണ്ടിട്ടു. എവിടെയാണ്? വിസറൽ ഫാറ്റ് ഡെപ്പോസിറ്റ് എന്ന് പറയും, അബ്ഡോമന്റെ ഭാഗത്ത്. വയറിൽ ഒരുപാട് സ്ഥലം ഉണ്ടല്ലോ, കൊണ്ടിടാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ വയറിന് ചുറ്റുമുള്ള വയറ് ഭാഗത്താണ് ഫാറ്റ് ഡെപ്പോസിറ്റ് കൂടുതൽ വരിക. അപ്പോൾ വയറ് ചാടുന്ന അവസ്ഥ വരും. അപ്പോൾ വയറ് ചാടുമ്പോൾ, വെയിറ്റ് കൂടുമ്പോൾ അതനുസരിച്ച് മുട്ടുവേദനയും നടുവേദനയും ഒക്കെ വന്നു തുടങ്ങും. ഇതുകൊണ്ടും ആ ഒരു മാനസിക ബുദ്ധിമുട്ടും ഉണ്ടാവാം. എനിക്ക് സൗന്ദര്യം കുറയുന്നു, വെയിറ്റ് കൂടി. ഇനി ഡൈജസ്റ്റീവ് ഇഷ്യൂസ് ഉണ്ടാവാം. എല്ലാത്തിനും ഒരു സ്ലോനെസ് ഉണ്ടാവും എന്ന് പറഞ്ഞു. എല്ലാം പയ്യാവും. ഡൈജഷനും അതുപോലെയാണ്, എല്ലാം പയ്യാണ്. ഭക്ഷണം കഴിക്കുന്നത് കുറവാണെങ്കിലും അത് ദഹിക്കാൻ ഒരുപാട് സമയം എടുക്കും. അപ്പൊ ഭക്ഷണം കഴിക്കുന്നത് കുറച്ചാൽ, ന്യൂട്രിയൻസ് കുറച്ചാൽ അതൊന്നും കൂടെ ക്ഷീണമാവാനും ബോണിന്റെ മസിൽസിന്റെ ഒക്കെ സ്ട്രെങ്ത് കുറയാനും അത് കാരണമാവും. പിന്നെ ഇൻഡൈജഷൻ കൊണ്ടുള്ള വയറുവേദനകൾ ഉണ്ടാവാം, കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാം, വിശപ്പ് കൂടിയ അവസ്ഥയും വരാം. ഈ ഹോർമോണൽ ചേഞ്ചസ് കൊണ്ട് ആ ഒരു ഡിപ്രഷന്റെ ഒരു സിംറ്റം ആണല്ലോ ലാർജർ ഫുഡ് ഇൻടേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവാം. അതുകൊണ്ടും വെയിറ്റ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. അസിഡിറ്റി ഉണ്ടാവാം. അപ്പൊ ഇത്രയാണ് മൊത്തത്തിൽ നമുക്ക് വരുന്ന സിംറ്റംസ് എന്ന് പറയുന്നത്. ഇനി സ്കിന്നിന്റെ സിംറ്റംസ് എന്താണ്? കൊളാജൻ കുറയുന്നു എന്ന് പറയുന്നു. അപ്പൊ സ്കിന്നിന്റെ എലാസ്റ്റിസിറ്റി കുറഞ്ഞു, ഡ്രൈനെസ് വന്നു. ഡ്രൈനെസ് വരുമ്പോൾ ഇച്ചിങ് വരും, ഇറിറ്റേഷൻ വരും, ആ ഒരു സെൻസിറ്റിവിറ്റി കൂടും. പെയിനിന്റെ ത്രഷോൾഡ് കുറഞ്ഞു നമ്മൾ പറഞ്ഞു. ചെറിയ പെയിൻ ആണെങ്കിലും ഒരുപാട് പെയിൻ ആയിട്ട് തോന്നും. അപ്പൊ സ്കിൻ തിന്നിങ് വന്നു, ഹൈപ്പർ പിഗ്മെന്റേഷൻ, പാടുകൾ വന്നു.
കറുത്ത പാടുകളൊക്കെ മെനോപോസ് ആകുന്ന സ്ത്രീകളിൽ കാണാറുണ്ട്. ഫേസിൻ്റെ മൂക്കിൻ്റെ 2 സൈഡിലും കറുത്ത പാടുകൾ വരുന്നുണ്ട്. അതിനെ മെലാസ്മ എന്ന് പറയും. എന്തെങ്കിലും മുറിവുകൾ ഉണ്ടായാലും അത് ഉണങ്ങാൻ ബുദ്ധിമുട്ടാണ്. ചിലർക്ക് ഈ പ്യൂബർട്ടിയുടെ സമയത്ത് മുഖക്കുരു വരുന്നത് പോലെ തന്നെ ഈ ഒരു ഫേസിലും ചിലർക്ക് മുഖക്കുരു വരാറുണ്ട്. പിന്നെ മുടി കൊഴിച്ചിൽ മുടി വരുന്നതും, അതായത് താടിയും മീശയൊക്കെ വരുന്ന ഒരു ചാൻസ് ഉണ്ട്. എന്താണ്, നമ്മുടെ ഫീമെയിൽ ഹോർമോൺസിൻ്റെ ലെവല് കുറയുന്നു. അപ്പോൾ ആൻഡ്രോജൻസിൻ്റെ ലെവലും കുറയുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു ഇംബാലൻസിൻ്റെ അവസ്ഥയിൽ ചിലപ്പോൾ മെയിൽ ഹോർമോൺസിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് താടിയും മീശയൊക്കെ വരുന്നതായിട്ട് കാണാം. ഇനി ഇതൊക്കെ ഷോർട്ട് ടേം ആ ഒരു പെരി മെനോപോസൽ ഫേസിൽ ഒരു ലേഡി ഫേസ് ചെയ്യുന്ന സിംറ്റംസ് ആണ്. ഇനി പെരി മെനോപോസ് കഴിഞ്ഞിട്ട് ലോങ് ടേം റിസ്ക് എന്തൊക്കെയാണ്? ആദ്യത്തെ റിസ്ക് ഈ കാൽഷ്യം മെറ്റബോളിസത്തിൻ്റെ തന്നെയാണ്. കാൽഷ്യം ബ്ലഡിൽ കുറയുന്നു. അപ്പം കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ബോൺസിൽ നിന്നും മസിൽസിൽ നിന്നും ഒക്കെയാണ് കാൽഷ്യം വലിച്ചെടുക്കുന്നത്. അപ്പോൾ ബോണിൻ്റെ കട്ടി കുറയുന്നു, ഡെൻസിറ്റി കുറയുന്നു. അതിന് ഓസ്റ്റിയോപീനിയ എന്ന് പറയും. അപ്പോൾ ഒരു ഫ്രാക്ചർ ആവാം എന്നൊരവസ്ഥയിലേക്ക് അത്രയും ഡെൻസിറ്റി കുറഞ്ഞു വരുമ്പോൾ നമ്മൾ ഈ പിക്ചറിൽ കാണുന്ന പോലെ തന്നെ ഈ ഇടയ്ക്കുള്ള ഗ്യാപ്പുകളൊക്കെ കൂടി വരുമ്പോൾ ബോൺ പോറസായി എന്ന് പറയാം. ആ ഒരു അവസ്ഥയിൽ വരുമ്പോൾ ഫ്രാക്ചേഴ്സ് ഒക്കെ വരാൻ സാധ്യതകൾ കൂടുതലാണ്. ആ ഒരവസ്ഥയാണ് ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രാക്ചർ വരാൻ റിസ്ക് കൂടുതലാണ്. മസിൽ കൊച്ചിപ്പിടുത്തവും സന്ധിവേദനകളും ഒക്കെ ഇതുകൊണ്ട് വരാൻ ചാൻസ് ഉണ്ട്. ഇനി കാർഡിയോവാസ്കുലർ ഡിസീസ് എന്താണ്? കൊളസ്ട്രോൾ റെഗുലേറ്റ് ചെയ്യാനും നമുക്ക് ഈസ്ട്രോജൻ വേണം. അതുപോലെ തന്നെ ബ്ലഡ് വെസൽസിൻ്റെ ഇലാസ്റ്റിസിറ്റി, അതിൻ്റെ കോൺട്രാക്ഷനൊക്കെ വേണ്ട കാര്യമാണ് ഇലാസ്റ്റിസിറ്റി. ഇതിൻ്റെ ബ്ലഡ് വെസൽസിൻ്റെ ഇലാസ്റ്റിസിറ്റി കുറയുമ്പോൾ ഈ ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള ഒരു എൻവയറമെൻറ്റ് സൃഷ്ടിക്കുകയാണ്. അപ്പോൾ എപ്പോഴും എലാസ്റ്റിക് ആയിട്ട് പ്രവർത്തിക്കൊണ്ടിരുന്ന സാധനത്തിൽ പെട്ടെന്ന് ഒന്നും ഡെപ്പോസിറ്റ് ആവില്ല അല്ലേ? പക്ഷെ അവർ സ്ലഗ്ഗിഷ് ആകുമ്പോൾ അവിടെ ഡെപ്പോസിറ്റ് ആവാൻ തുടങ്ങും. അപ്പോൾ ഈ എക്സ്ട്രാ വന്ന കൊളസ്ട്രോളൊക്കെ ബ്ലഡ് വെസൽസിനകത്ത് ഡെപ്പോസിറ്റ് ആവുകയാണ്. അങ്ങനെ അതെറോസ്ക്ലീറോസിസ് എന്നുള്ള അവസ്ഥ വന്നു. അതിൽ നിന്ന് എന്താണ്, നെഞ്ചുവേദന, ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക് ഒക്കെ വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ബ്ലഡ് വെസൽസ് ചുരുങ്ങുന്നതുകൊണ്ട് ബ്ലഡ് പ്രഷർ കൂടും, ഹൈപ്പർ ടെൻഷൻ വരുന്നു, ഇൻഫ്ലമേഷൻ ശരീരത്തിൽ മൊത്തത്തിൽ ഇൻഫ്ലമേഷൻ കൂടുകയാണ്, നീര് വരികയാണ്. അപ്പം ഈ നീര് വരുമ്പോൾ ഓരോ എന്താണ് ആസിഡ് ഉണ്ടാവുകയാണ്. ഈ ഇൻഫ്ലമേഷൻ ഉണ്ടായ സ്ഥലത്തൊക്കെ ചെറിയ ചെറിയ മൈക്രോ ഏരിയാസ് ആണ്, പക്ഷെ അവിടെയൊക്കെ ആസിഡ് ഫോർമേഷൻ, ലാക്റ്റിക് ആസിഡ് ഡെപ്പോസിറ്റ് വരികയാണ് ഇൻഫ്ലമേഷൻ വരുമ്പോൾ. ആ ലാക്റ്റിക് ആസിഡ് ഡെപ്പോസിറ്റ് വന്നാൽ നമുക്കറിയാം ആസിഡ് എവിടെയെങ്കിലും ഒന്ന് വീണാൽ അവിടെ കൊറോഷൻ നടക്കും. അപ്പോൾ ശരീരത്തിൽ ഇങ്ങനെ ഓരോരോ മൈക്രോ ഏരിയാസിൽ ഈ കൊറോഷൻ നടക്കുകയാണ്, നമുക്ക് നഷ്ടങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി കൊളസ്ട്രോൾ മെറ്റബോളിസം കൊണ്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. വെയിറ്റ് കൂടുക, അതിൻ്റെ ഫാറ്റ് ഡിസ്ട്രിബ്യൂഷൻ യൂണിഫോം ആവുന്നില്ല. കാലിലും കയ്യിലോട്ടും ഒക്കെ ഫാറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് മാറി എല്ലാം വയറിലോട്ട് ഡെപ്പോസിറ്റ് ആവുന്ന ഒരവസ്ഥ. ഇനി മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഇതിൻ്റെ ലോങ് ടേം എഫക്റ്റിൽ വരുന്നതാണ് മെറ്റബോളിക് സിൻഡ്രോം. ഇത് പുരുഷന്മാരിലും സ്ത്രീകളും ഒരേപോലെ വരാവുന്ന ഒരു സംഭവമാണ്. പക്ഷെ മെനോപോസ് കഴിഞ്ഞ സ്ത്രീകൾക്ക് ഇത് വരാൻ സാധ്യത കൂടുതലാണ്. ഇതിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അബ്ഡോമിനൽ ഒബിസിറ്റി, അതായത് അബ്ഡോമിനിൽ ഫാറ്റ് ഡെപ്പോസിറ്റ് കൂടി വരിക. അതിൻ്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് മോർ ദാൻ 88 സെൻറ്റിമീറ്റേഴ്സ് വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ അബ്ഡോമിനൽ ഒബിസിറ്റി എന്ന് പറയാം. ഈ പറഞ്ഞ 5 ഫാക്ടേഴ്സിൽ നിന്ന് ഏതെങ്കിലും 3 ഉണ്ടെങ്കിൽ തന്നെ മെറ്റബോളിക് സിൻഡ്രോം എന്ന് നമുക്കതിനെ ഡയഗ്നോസ് ചെയ്യാം. ട്രൈഗ്ലിസറൈഡ്സിൻ്റെ ലെവല് മോർ ദാൻ 150 വരികയാണെന്നുണ്ടെങ്കിൽ, ലോ HDLൻ്റെ ലെവല് ലെസ് ദാൻ 50 ആവുകയാണ്, ഫാസ്റ്റിംഗ് ഗ്ലൂക്കോസ് ലെവല് മോർ ദാൻ 100 ആവുകയാണ്, ബ്ലഡ് പ്രഷർ മോർ ദാൻ 130/85 വരാണ്. ഈ 5 സിംറ്റത്തിൽ ഏതെങ്കിലും 3 ഉണ്ടെങ്കിൽ തന്നെ മെറ്റബോളിക് സിൻഡ്രോം ആയിട്ട് നമുക്കതിനെ ഡയഗ്നോസ് ചെയ്യാം. ഈ മെറ്റബോളിക് സിൻഡ്രോം വന്നാലുള്ള കുഴപ്പം എന്താണ്?
മെറ്റബോളിക് സിൻഡ്രോം ഉള്ളവർക്ക് ഈ സ്ട്രോക്കും ഹാർട്ട് ഡിസീസസ് കൊറോണറി ആർട്ടറി ഡിസീസസും ഡയബറ്റിസ് മെലൈറ്റസ് ടൈപ്പ് 2 വരാനും ഒക്കെ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് അവർ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട കാര്യമുണ്ട്. ഇനി ഡയഗ്നോസിസിന് മെനോപോസ് ആയോ ഇല്ലയോ എന്ന് ഡയഗ്നോസിസിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഈ ക്ലിനിക്കൽ സിംറ്റംസ് കൊണ്ട് തന്നെ നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. ഒരു ഡോക്ടർക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും ഇത് മെനോപോസിൻ്റെ ഫേസാണ്, പെരിമെനോപോസ് സ്റ്റാർട്ടായതാണ്, അല്ലെങ്കിൽ മെനോപോസ് ആയി ഇല്ല എന്നൊക്കെ ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. എന്നാലും മെനോപോസ് നമുക്ക് ക്ലിനിക്കലി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി ഈ ഹോർമോൺസ് ഒക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. FSH, ഈസ്ട്രഡയോൾ, LH, AMH, ഇൻഹിബിൻ ബി, TSH, പ്രൊലാക്റ്റിൻ ഒക്കെ ഇതിന് സപ്പോർട്ടീവ് ഡയഗ്നോസിസ് ആണ്. ഇനി മാനേജ്മെൻറ്റ്, ഇത് നാച്ചുറലായിട്ട് ബയോളജിക്കലായിട്ടൊരു കാര്യമാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു മാനേജ്മെൻറ്റിൻ്റെ ആവശ്യമുണ്ടോ? ശരിക്കും ട്രീറ്റ്മെൻ്റ് ആയിട്ടൊന്നും എടുക്കേണ്ട ആവശ്യമില്ല, മരുന്നുകളൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ലൈഫ് സ്റ്റൈലിലാണ് ശ്രദ്ധിക്കേണ്ടത്. ലൈഫ് സ്റ്റൈൽ മെഷേഴ്സാണ് വേണ്ടത്. എന്തൊക്കെയാണ് ലൈഫ് സ്റ്റൈൽ മെഷേഴ്സ്? ആദ്യം വേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 കാര്യങ്ങൾ എക്സസൈസും ഡയറ്റും. അപ്പോൾ പ്രോപ്പർ എക്സസൈസും പ്രോപ്പർ ഡയറ്റും ആയിരിക്കണം. എക്സസൈസിൻ്റെ കാര്യത്തിൽ തന്നെ ഒരുപാട് ഡിസ്കസ് ചെയ്യാനുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. എക്സസൈസ് എന്ന് സിമ്പിളായിട്ട് പറഞ്ഞു പോകാവുന്ന കാര്യമല്ല. ഒന്ന് കൺസിസ്റ്റൻ്റ് ആയിട്ട് റെഗുലറായിട്ട് ചെയ്തു പോകണം. എന്ത് ടൈപ്പ് ഓഫ് എക്സസൈസ് ആണ് ചെയ്യുന്നത് എന്നും ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ പേഷ്യൻസ് വന്ന് പറയാറുണ്ട്, ഞാൻ എല്ലാ ദിവസവും അരമണിക്കൂർ നടക്കാറുണ്ട് മാഡം, പക്ഷേ വെയിറ്റ് കുറയുന്നില്ല, ബുദ്ധിമുട്ട് കുറയുന്നില്ല. എന്താണ് അതിന് കാരണം? നടക്കുന്നതും പ്രോപ്പറായിട്ട് നടക്കണം, അത് വേറെ കാര്യം. ബ്രിസ്ക് വാക്കിംഗ് ആണ് വേണ്ടത്, അറ്റ്ലീസ്റ്റ് ഫോർ 30 മിനിറ്റ്സ് ചെയ്യണം. പക്ഷേ ബ്രിസ്ക് വാക്കിംഗ് ആണ്. ബ്രിസ്ക് വാക്കിംഗ് ചെയ്ത് നമ്മളൊരു കിതയ്ക്കുന്ന അല്ലെങ്കിൽ വേർക്കുന്ന അവസ്ഥയിലേക്ക് വന്നാൽ മാത്രമാണ് അതുകൊണ്ടൊരു പ്രയോജനം ഉണ്ടാകുന്നത്. പിന്നെ വാക്കിംഗ് മാത്രമല്ല, ഈ മെനോപോസിൻ്റെ സമയത്ത് പെരിമെനോപോസൽ സ്റ്റേജിൽ സ്ട്രെച്ചിങ് എക്സസൈസും ഇമ്പോർട്ടൻ്റ് ആണ്. മൊത്തത്തിൽ ഹോൾ ബോഡിയിലെ എല്ലാ മസിൽസിനും നമുക്ക് സ്റ്റിമുലേറ്റ് ചെയ്ത് സ്ട്രെച്ച് ചെയ്ത് അവരെ ഒന്ന് ഉന്മേഷപ്പെടുത്തുന്ന ആവശ്യമുണ്ട്. കാരണം നമ്മൾ കാൽഷ്യം മെറ്റബോളിസം പറഞ്ഞു, അപ്പം മസിൽസിൽ നിന്നും ബോൺസിൽ നിന്നും ഒക്കെ കാൽഷ്യം ലോസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരെ എന്താണ് ബോൺസിന് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ അവർ ആ കാൽഷ്യം ഒക്കെ സ്റ്റോർ ചെയ്യുള്ളൂ അല്ലേ. നമുക്കിപ്പോൾ ആവശ്യമില്ല, ഒരാൾ വെറുതെ ഇരിക്കുകയാണ്, അയാൾക്ക് എന്നാ ആ സാധനം വേണ്ടല്ലോ, നമുക്ക് അതും ആവശ്യമുള്ളവർക്ക് കൊടുക്കാൻ നമുക്ക് തന്നെ തോന്നും. അതുപോലെ എല്ലാം വർക്ക് ചെയ്യുന്ന മസിൽസിന് മാത്രമേ കാൽഷ്യം നിൽക്കുകയുള്ളൂ, വർക്ക് ചെയ്യുന്ന മസിൽസ് മാത്രമേ ആക്റ്റീവായിട്ട് നിൽക്കുകയുള്ളൂ. വർക്ക് ചെയ്യാത്ത മസിൽ ലോസ് വന്ന് നഷ്ടപ്പെട്ടു പോകും, വീക്കായി പോകും. അപ്പം എല്ലാ മസിൽസിനെയും ആക്ടിവേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള എക്സസൈസുകളാണ് ചെയ്യേണ്ടത്. അത് അറിയാവുന്ന ആരെങ്കിലും അപ്രോച്ച് ചെയ്ത് അത് ചോദിച്ച് മനസ്സിലാക്കി അവരുടെ ഗൈഡൻസിൽ മാത്രം ചെയ്യേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഡയറ്റ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞു കാൽഷ്യം ലോസ് ഒക്കെ വരുന്നു, കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് തന്നെ കാൽഷ്യം അബ്സോർപ്ഷൻ ശരിക്കും നടക്കുന്നില്ല. ഒരു 20 to 40% കാൽഷ്യം അബ്സോർപ്ഷൻ കുറയുന്നുണ്ട് ഈ പെരിമെനോപോസിൻ്റെ സമയത്ത്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഭക്ഷണത്തിൽ കാൽഷ്യവും വൈറ്റമിൻ ഡിയും ഒക്കെ ചേർക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. ഇനി എന്താണ് വേണ്ടത്? ആഡിക്വേറ്റ് ഹൈഡ്രേഷൻ. ഡ്രൈനെസ് വരുന്നു ശരീരത്തിനുള്ളിലും പുറത്തും, സ്കിന്നിലും ഹെയർ ഫോളിക്കിൾസിലും ഒക്കെ ഡ്രൈനെസ് വരുന്നുണ്ട്. അതുകൊണ്ടുള്ള ഇറിറ്റേഷനും ഇച്ചിങ്ങും ഒക്കെ വരുന്നുണ്ട്. അതൊക്കെ തടയാൻ ആഡിക്വേറ്റ് ഹൈഡ്രേഷൻ. ആഡിക്വേറ്റ് ആണ് പറഞ്ഞത്, കൂടുതൽ വെള്ളം കുടിക്കുക എന്നല്ല അതിൻ്റെ അർത്ഥം. ആവശ്യത്തിന് മാത്രം വെള്ളം കുടിക്കുക. ഓരോരുത്തരുടെ ബോഡി വെയിറ്റ് അനുസരിച്ചാണ് ആ ഒരു ഹൈഡ്രേഷൻ്റെ ലെവൽ നിശ്ചയിക്കുന്നത്. എന്നാലും ജനറലി പറയുമ്പോൾ ഒരു കൂടുതൽ ദാഹിക്കുന്നു എന്നൊരവസ്ഥയിലേക്ക് വരാൻ പാടില്ല. ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുക, എന്നാൽ കുടിക്കുമ്പോൾ ഒരുപാട് വെള്ളം ഒരുമിച്ച് കുടിക്കുക എന്നുള്ള അവസ്ഥയല്ല. ആവശ്യത്തിന് കുടിക്കുക, പക്ഷെ മിതമായിട്ട്. ഇനി സ്ലീപ്പ് ഹൈജീൻ. ഒരുപാട് സ്ട്രെസ് വരുന്ന സമയമായതുകൊണ്ട് ആ ഒരു റിലാക്സേഷൻ, സ്ലീപ്പിൻ്റെ റിലാക്സേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ലീപ്പിൻ്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞു നൈറ്റ് സ്വെറ്റ്സ് വരുന്നു, ഹോട്ട് ഫ്ലഷസ് വരുന്നതുകൊണ്ട് സ്ലീപ്പ് ഓൾറെഡി ഡിസ്റ്റർബ്ഡ് ആണ്.
അപ്പോൾ നമുക്ക് കോൺഷ്യസ് ആയിട്ട് എന്താണ് ചെയ്യാൻ പറ്റുക? സ്ലീപ്പ് ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. എന്താണ് സ്ലീപ്പ് ഹൈജീൻ? കിടക്കുന്നതിൻ്റെ, ഉറങ്ങുന്നത് ക്രമത്തിൽ ഉറങ്ങുക, എല്ലാ ദിവസവും ഒരേ സമയത്ത് ഉറങ്ങാൻ കിടക്കുക. അപ്പോൾ ആ ഉറങ്ങാൻ കിടക്കുന്നതിൻ്റെ 1 മണിക്കൂർ മുമ്പെങ്കിലും ലൈറ്റ്സ് കൂടുതൽ നമ്മുടെ മുഖത്ത് അടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ 1 മണിക്കൂർ മുമ്പ് ഗാഡ്ജറ്റ്സ് എല്ലാം ഓഫ് ചെയ്യുക, TV ഓഫ് ചെയ്യുക, മൊബൈല്, ലാപ്ടോപ്പ് എല്ലാം ഓഫ് ചെയ്യുക. നല്ല സമയത്താണ് ഞാനിത് പറയുന്നത് അല്ലേ. അപ്പോൾ എല്ലാം ഓഫ് ചെയ്യുക. ഉറങ്ങാൻ കിടക്കുന്നതിന് 1 മണിക്കൂർ മുമ്പെങ്കിലും ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് ശരീരവും മനസ്സും റിലാക്സ് ചെയ്ത് ഞാൻ ഉറങ്ങാൻ പോവുകയാണെന്നൊരു ഫീലിംഗ് ശരീരത്തിന് തന്നെ വരണം. അപ്പോൾ നാച്ചുറലായിട്ട് ആ ഒരു ക്ഷീണവും റിലാക്സേഷനും വരുമ്പോൾ റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു സ്ലീപ്പ് കിട്ടും. അടുത്തത് എന്താണ്? സ്ട്രെസ് റിഡക്ഷൻ പ്രാക്ടീസസ്, മെഡിറ്റേഷൻ, യോഗ, ബുക്ക് വായിക്കുക, എന്തെങ്കിലും ഹോബീസിൽ ഏർപ്പെടുക, ഗാർഡനിങ് ആവാം, റൈറ്റിംഗ് ആവാം, സോഷ്യൽ ഗ്രൂപ്പ്സിൽ ചേരുന്നതാവാം, ഡാൻസിങ് ആവാം, ഫ്രണ്ട്സിൻ്റെ കൂടെ എന്താണ് ചില്ലടിക്കുന്നതാവാം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രാക്ടീസസ് റിലാക്സേഷന് വേണ്ടി ചെയ്യുക. സൺലൈറ്റ് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, സൺലൈറ്റിൻ്റെ എക്സ്പോഷർ. ഇനി സപ്പോർട്ടീവ് റിലേഷൻഷിപ്സ്. ഈ സമയത്താണ് ഫ്രണ്ട്സിൻ്റെയും ഫാമിലിയുടെ അടുത്തു നിന്നുള്ള സപ്പോർട്ട് ഏറ്റവും ആവശ്യമുള്ളത്. എനിക്കറിയാം, എനിക്ക് പരിചയമുള്ള ഒരു അങ്കിള് അടുക്കളയിൽ ഫാൻ ഫിറ്റ് ചെയ്ത് കൊടുത്തു ആൻറ്റിക്ക്. അപ്പം ഞങ്ങളൊക്കെ ഇങ്ങനെ വിചാരിച്ചു, അയ്യോ എന്താണ് ഇത്, അടുക്കളയിൽ ആരെങ്കിലും ഫാൻ ഫിറ്റ് ചെയ്യുമോ? അടുപ്പിൻ്റെ ചോട്ടിൽ തന്നെ ഫാൻ ഫിറ്റ് ചെയ്താൽ എങ്ങനെ ഇരിക്കും? പക്ഷെ പിന്നീടാണ് അതിൻ്റെ ഗൗരവം മനസ്സിലാക്കുന്നത്. അപ്പോൾ ആൻറ്റിക്ക് ഈ ഒരു ഫേസാണ്, ചൂടെടുക്കുന്നു, അങ്കിൾ ആൻറ്റിയോടുള്ള സ്നേഹം കൊണ്ട് ഫാൻ ഫിറ്റ് ചെയ്ത് കൊടുത്തതാണ്. പക്ഷേ ഇതുപോലെ ഇങ്ങനെ ഒരു ഫേസാണ്, ഹോട്ട് ഫ്ലഷസ് ഉണ്ടാവും, ഇതൊക്കെ മനസ്സിലാക്കി വന്നാൽ നമുക്കും എല്ലാം നമ്മുടെ മദേഴ്സിനെ ഇതുപോലെ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ ഹസ്ബൻഡ്സും കുട്ടികളുമാണ്, വീട്ടുകാരാണ് ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് സഹിക്കുന്നത് കേട്ടോ. പിന്നെ ഈ ദേഷ്യം, ഇറിറ്റബിലിറ്റി, എന്ത് ചെയ്താലും ദേഷ്യം വരുന്ന അവസ്ഥ, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഇങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആവുക, അവരും ഇറിറ്റേറ്റഡ് ആവും, ബാക്കിയുള്ളവരെ ഇറിറ്റേറ്റ് ചെയ്യും. അപ്പോൾ കിടക്കുന്ന സമയത്തെങ്കിലും ഈ ഒരു ഇറിറ്റേഷനും ഡ്രാമയൊക്കെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. ഉറക്കം നന്നായിട്ട് കിട്ടാൻ അത് സഹായിക്കും. പിന്നെ സെൽഫ് കെയർ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ സ്വയം ചെയ്താലേ പറ്റുള്ളൂ. നമ്മുടെ ആരോഗ്യം നമ്മൾ നോക്കിയാൽ മാത്രമേ ഫാമിലിയുടെ ആരോഗ്യം, വീട്ടുകാരുടെ ആരോഗ്യം നമുക്ക് നോക്കാൻ പറ്റുള്ളൂ. അപ്പം സെൽഫ് കെയർ ഇമ്പോർട്ടൻ്റ് ആണ്. ഹൈജീൻ നന്നായിട്ട് നോക്കുക, ഡയറ്റ് നന്നായിട്ട് നോക്കുക, എക്സസൈസ് റെഗുലറായിട്ട് ചെയ്യുക, സ്ലീപ്പ് പ്രോപ്പർ ആണോ എന്ന് നോക്കുക, സോഷ്യൽ സർക്കിൾസ്, ആ ഹാപ്പി ഹോർമോൺസ് വളരാനുള്ള സന്ദർഭങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. ഈ പറഞ്ഞ ഹാപ്പി ഹോർമോൺസ് അല്ലെങ്കിൽ സെറോട്ടോണിൻ, ഡോഫമിൻ എന്നൊക്കെ പറയും. ഒരു ചെയ്താൽ എന്ത് കാര്യങ്ങൾ ചെയ്താൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന അല്ലെങ്കിൽ റിവാർഡ് കിട്ടുന്ന ഹോർമോൺസ് ആണ് അതൊക്കെ. ആ ഹോർമോൺസിൻ്റെ ഒക്കെ പ്രൊഡക്ഷൻ ഈ മെനോപോസിൻ്റെ സമയത്ത് കുറവായിരിക്കും. അതുകൊണ്ടാണ് കാര്യങ്ങളൊന്നും ചെയ്യാൻ ഒരു മോട്ടിവേഷൻ ഉണ്ടാവില്ല. ഒന്നും കാര്യങ്ങൾ ചെയ്യാൻ തോന്നാത്തത് അതുകൊണ്ടാണ്. ചെയ്താലും ഒരു സന്തോഷം കിട്ടുന്നില്ല. ഇനി ഡയറ്റ്, ഫൈറ്റോ ഈസ്ട്രോജൻസ്. എന്താണ് ഈസ്ട്രോജൻ സപ്ലിമെൻറ്റ്സ്? നാച്ചുറലായിട്ട് നമുക്ക് ഏത് ഭക്ഷണത്തിൽ നിന്നാണോ കിട്ടുന്നത് അവരെയാണ് ഫൈറ്റോ ഈസ്ട്രോജൻസ് എന്ന് പറയുന്നത്. ഇനി സോയ പ്രോഡക്ട്സ് എന്തൊക്കെയാണ്? സോയാ ബീൻസ്, സോയാ ചങ്ക്, സോയാ മിൽക്ക്, ടോഫു, ഇവരൊക്കെ നാച്ചുറൽ ഫൈറ്റോ ഈസ്ട്രോജൻസ് ആണ്. ഇനി ലെഗൂംസ്, സ്പൈസസ് എന്താണ്? കടല, പയറ്, ചെറുപയർ, വൻപയർ, ഇതൊക്കെ മുളപ്പിച്ച് കഴിച്ചാൽ ഒന്നും കൂടെ നല്ലത്. ഇനി സീഡ്സിൽ പറയുന്നത് ഫ്ലാക്സ് സീഡ്സ്, ആൽമണ്ട്സ്, നമ്മുടെ സൺഫ്ലവർ സീഡ്സ്, ഇതിലൊക്കെ ഈസ്ട്രോജൻസ് ഉണ്ട്. ഇനി ഫ്രൂട്ട്സ്, പോമഗ്രാനൈറ്റ് പോലത്തെ ഫ്രൂട്ട്സിലുണ്ട്. ക്രൂസിഫറസ് വെജിറ്റബിൾസ് എന്ന് പറഞ്ഞാൽ ബ്രൊക്കോളി, കോളിഫ്ലവർ, ക്യാബേജ്, ചീരകൾ, അങ്ങനത്തെ സംഭവങ്ങളാണ് ക്രൂസിഫറസ് വെജിറ്റബിൾസ്. ഇനി ഹോൾ ഗ്രെയിൻസ്, അപ്പോൾ പൊടിച്ച് നാര് കളയാത്ത ഗ്രെയിൻസ് തന്നെയാണ് ഹോൾ ഗ്രെയിൻസ്. ബാർലി, വീറ്റ്, ഇതൊക്കെ ഫൈറ്റോ ഈസ്ട്രജൻസ് ഉള്ള സംഭവങ്ങളാണ്. ഇനി കാൽഷ്യം സോഴ്സസ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാൽഷ്യം സോഴ്സ് നന്നായിട്ട് ഇൻക്ലൂഡ് ചെയ്യണം. പാല് കഴിക്കാത്തവരാണെങ്കിൽ പനീർ ആയിട്ട് അത് കഴിക്കണം, മുട്ട കഴിക്കണം, മിൽക്ക്, കേർഡ്, റാഗിയിലുണ്ട്, മുരിങ്ങയില,
അത് വളരെ റിച്ച് ആയിട്ടുള്ള സോഴ്സാണ്, ഈസിലി അവൈലബിൾ ആണ്. മുരിങ്ങയില, ചീരകൾ, ജനറലി എല്ലാ ചീരകളും, പിന്നെ എള്ള്, വെളുത്ത എള്ളായാലും കുഴപ്പമില്ല, കറുത്തതായാലും കുഴപ്പമില്ല, എള്ള് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ബദാം, കപ്പലണ്ടി, പീനട്ട്സ്, കടല. ഇനി വൈറ്റമിൻ ഡി, അത് നമുക്ക് കിട്ടുന്ന ഒരേ ഒരു സോഴ്സാണ് സൺലൈറ്റ്, അല്ലെ? പ്രൈമറി സോഴ്സ് വൈറ്റമിൻ ഡി ആണ്, ബാക്കിയെല്ലാം സെക്കൻഡറി സോഴ്സാണ്. അപ്പോൾ വൈറ്റമിൻ ഡി കിട്ടാൻ സൺലൈറ്റ് എപ്പോഴാണ് നമ്മൾ കിട്ടുന്നത്? ഏർലി മോർണിംഗും വൈകിട്ടും ഒക്കെ ആ ഒരു റേസ് കുറവാണ്, UVB റേസ് എന്ന് പറയും. ആ UVB റേസ് വളരെ കുറച്ചുള്ള ഒരു സമയമാണ് ഈ ഏർലി മോർണിംഗ്, ഈവനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഏറ്റവും കൂടുതലുള്ളത് മിഡ് ഡേ ആണ്, ഏകദേശം ഒരു 10 മണി തൊട്ട് 3 മണി വരെ നമുക്ക് പറയാം, ഡേ ടൈം. ആ സമയത്ത് അറ്റ്ലീസ്റ്റ് ഒരു ഹാഫ് ആൻ അവർ, 10 to 20 മിനിറ്റ്സ് എങ്കിലും സൺ എക്സ്പോഷർ കിട്ടുക ഡെയിലി. അതാണ് ഐഡിയൽ വൈറ്റമിൻ ഡി നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ സെക്കൻഡറി സോഴ്സസ് ആണ് എഗ്സ്, ഫാറ്റി ഫിഷ്. എന്താണ്? കരിമീൻ, മത്തി, അതിലൊക്കെ ഫാറ്റി ഫിഷസ് ആണ്. ഈ മിൽക്കും മഷ്റൂംസും ഒക്കെ വൈറ്റമിൻ ഡി തരാൻ സഹായിക്കും. ഈ കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യാൻ പറ്റിയ ഭക്ഷണങ്ങൾ ഓട്സ്, ബ്രൗൺ റൈസ്, മില്ലറ്റ്സ്, ചെറുധാന്യങ്ങൾ, പിന്നെ ഒലിവ് ഓയിൽ, ഗാർലിക്, ടേമറിക്, മഞ്ഞൾ, വാൾനട്ട്സ്, ആൽമണ്ട്സ്, ഹോൾ വീറ്റ്, മൈദ അല്ലാതെ ഹോൾ ആയിട്ടുള്ള ഗോതമ്പ്. ഇനി ആൻറ്റി ഇൻഫ്ലമേറ്ററി, നമ്മൾ പറഞ്ഞു ശരീരത്തിലെ പല ഭാഗങ്ങളിലായിട്ട് മൈക്രോ ഏരിയാസിൽ ഇൻഫ്ലമേഷൻ വരുന്ന ഒരവസ്ഥയാണ്. നമ്മുടെ ശരീരത്തിന് നാച്ചുറലായിട്ട് ഓവർകം ചെയ്യാൻ പറ്റുന്നതിലും കൂടുതൽ അസിഡിറ്റി, ഇൻഫ്ലമേഷൻ ഉണ്ടാവുന്നുണ്ട് ശരീരത്തിൽ. അപ്പം അത് കോമ്പൻസേറ്റ് ചെയ്യാൻ നമ്മൾ എക്സ്റ്റേണൽ ഹെൽപ്പ് എടുത്തേ പറ്റുള്ളൂ. ടേമറിക് പെപ്പർ നല്ലൊരു സോഴ്സാണ് ആൻറ്റി ഇൻഫ്ലമേറ്ററി. ഇത് പാലിലിട്ട് കുടിക്കാം, പാലിലിട്ട് തിളപ്പിച്ച് ആ പാല് കുടിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഡെയിലി ഫുഡിലും അത് ഇൻക്ലൂഡ് ചെയ്യുക. നമ്മളെല്ലാം ഇന്ത്യൻ ഹൗസ് ഹോൾഡിൽ ഇതെല്ലാം ഉണ്ടല്ലോ നാച്ചുറലി തന്നെ. ജിഞ്ചർ, ഗാർലിക്, ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, വാൾനട്ട്സ്, ഫ്ലാക്സ് സീഡ്സ്, ആംല. ആംല പോലെ എല്ലാ ബെറീസും ഈ ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി കാറ്റഗറിയിൽ വരുന്നതാണ്. ഇനി കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണങ്ങൾ എന്താണ്? വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണങ്ങൾ, പഴംപൊരി, ഉഴുന്നുവട, സമോസ, അതൊക്കെ കൺട്രോൾ ചെയ്യാന്നല്ല, അവോയ്ഡ് ചെയ്യും. ഇനി സ്വീറ്റ്സ്, ഡെസേർട്ട്, ഇത് ഭക്ഷണത്തിൽ മധുരമുള്ള സംഭവങ്ങൾ, ഐസ്ക്രീമൊക്കെ അവോയ്ഡ് ചെയ്യുക. ചായയിലും കാപ്പിയിലും മിനിമം അളവിന് മാത്രം ഇട്ട് ഉപയോഗിക്കാം, അതിന് കുഴപ്പമില്ല. ചായയും കാപ്പിയാണെങ്കിലും അമിത ഉപയോഗം പാടില്ല. ദിവസം 1-2 ചായ, കാപ്പി കുഴപ്പമില്ല. അത് ഹാബിച്വൽ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നിർത്തുന്നതും നല്ല കാര്യമല്ല. അപ്പോൾ 1-2 ചായ, കാപ്പി കുഴപ്പമില്ല. അതും കഴിയുന്നതും 4 മണി, ഈവനിങ് 4 മണിക്ക് മുമ്പ് കഴിക്കാൻ നോക്കുക. 4 മണി കഴിഞ്ഞ് കഴിക്കുന്നത് സ്ലീപ്പിനെ എഫക്റ്റ് ചെയ്യും. ഇനി റൈസ്, കാർബോഹൈഡ്രേറ്റ്സ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ രാത്രി കഴിക്കുന്നത് അവോയ്ഡ് ചെയ്യുക. ബേക്കറി പ്രോഡക്ട്സ്, പഫ്സ്, കേക്ക്, കപ്പ് കേക്ക് എല്ലാം അവോയ്ഡ് ചെയ്യുക. പിക്കിൾസ് കൂടുതലായിട്ട് കഴിക്കുന്നത് അവോയ്ഡ് ചെയ്യാം. ഈ പിക്കിൾസിൻ്റെ കാര്യത്തിൽ നമുക്ക് ഡൈജഷൻ സ്ലോ ആവുന്നു എന്ന് പറയുന്നുണ്ട്. ആ ഡൈജഷനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ നമുക്ക് സ്പൈസസ് ആവശ്യമാണ്. ഈ ജിഞ്ചർ, ഗാർലിക്, ടേമറിക്, പെപ്പർ, അതൊക്കെ സ്പൈസസ് ആണ്. കാർഡമം, ഏലക്ക. അപ്പോൾ ഒരുപാട് സ്പൈസസ് ഉണ്ടെങ്കിൽ നമുക്ക് ഡൈജഷൻ ഫേവറബിൾ ആവും അത്. പക്ഷെ പിക്കിൾസ് അവോയ്ഡ് ചെയ്യുക. ഗ്രീൻ ചില്ലീസ് കുഴപ്പമില്ല, പിക്കിൾസ് ലാർജ് ക്വാണ്ടിറ്റീസിൽ, റെഡ് ചില്ലീസ് അവോയ്ഡ് ചെയ്യുക. അപ്പോൾ മെനോപോസിന് മുമ്പുള്ള ലേഡീസ് ആണെങ്കിൽ ഇതെല്ലാം നന്നായിട്ട് കഴിച്ചോളുക, പെരിമെനോപോസിന് സമയത്ത് നിർത്തിക്കൊള്ളണം. ഇനി മെഡിക്കൽ മാനേജ്മെന്റ്, ഈ ഒരു ലൈഫ് സ്റ്റൈൽ മാനേജ്മെന്റ് ഒക്കെ കഴിഞ്ഞിട്ടും നമുക്ക് സിംറ്റംസ് മെഡിക്കൽ മാനേജ്മെന്റ് സമയമുണ്ടോ ഡോക്ടറെ? 21. പെട്ടെന്ന് തീർക്കാം ഡോക്ടറെ, കുഴപ്പമില്ല, ചുരുക്കി പറയാം. അപ്പൊ മെഡിക്കൽ മാനേജ്മെന്റ് ചുരുക്കണമെന്നില്ല, അടുത്തൊരു ക്ലാസ് എടുക്കാനുള്ള ഇത്രയും ഉണ്ടെങ്കിൽ. ഇല്ല, ചുരുക്കിയേ പറയുന്നുള്ളൂ, ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല.
അപ്പം മെഡിക്കൽ മാനേജ്മെന്റ് നമുക്ക് ലൈഫ് സ്റ്റൈലിൽ തീരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ അലോപ്പത്തിക് ലൈഫ് സ്ട്രീമിലെ പ്രോട്ടോകോൾ അനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഹോർമോൺ റീപ്ലേസ്മെന്റ് തെറാപ്പിയാണ്. അത് പറ്റാത്തവർക്ക് നോൺ ഹോർമോണൽ ഓപ്ഷൻസും ഉണ്ട്. അപ്പം ഇത് അല്ലാതെ തന്നെ നമ്മുടെ ഹോമിയോപ്പതിയിൽ നല്ലൊരു ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾ തന്നെ ഉണ്ട്. ഒരുപാട് മെഡിസിൻസ് ഉണ്ട്. ഹോമിയോപ്പതിയുടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു സിംറ്റം അതിന് ഈ മരുന്ന് അങ്ങനെയല്ല. ഇപ്പോൾ ഹോട്ട് ഫ്ലഷസ് ഉണ്ട്, അതിന് ഈ മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുക, അങ്ങനെയല്ല. ഓരോരുത്തരുടെയും ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ്. അപ്പോൾ കേസ് സ്റ്റഡി നന്നായിട്ട് എടുത്ത് അവർക്ക് ആ ഹോട്ട് ഫ്ലഷസ് ഉണ്ടെങ്കിൽ അത് എപ്പോഴാണ് കൂടുതൽ, എത്ര നേരം നിൽക്കും. ഹോട്ട് ഫ്ലഷസ് ജനറലി ഒരു 3 to 5 മിനിറ്റ്സിൽ നിൽക്കുന്നതാണ്. ജനറലി അതിൻ്റെ പാറ്റേൺ പറയുമ്പോൾ ഹോട്ട് ഫ്ലഷസ് വന്നാൽ 3 to 5 മിനിറ്റ്സിനുള്ളിൽ അത് നിൽക്കും. ആ ഹോട്ട് ഫ്ലഷസ് മാനേജ് ചെയ്യാനും യോഗ പ്രാണായാമങ്ങളൊക്കെ ഉണ്ട്. അത് ചോദിക്കുന്നവരുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കി എടുക്കുക. ഹോട്ട് ഫ്ലഷസ് ശരീരം കൂളാക്കാനുള്ള പ്രാണായാമങ്ങളും ഉണ്ട്. പിന്നെ ഹോമിയോപ്പതി മരുന്ന് സംബന്ധിച്ചിടത്തോളം ആ ഹോട്ട് ഫ്ലഷസ് എങ്ങനെയാണ് വരുന്നത്, എപ്പോഴാണ് വരുന്നത്, അതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും സിംറ്റംസ് വരുന്നുണ്ടോ, എപ്പോഴാണ് കൂടുന്നത്, എപ്പോഴാണ് കുറയുന്നത്, ജനറലി ആണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ക്രൈറ്റീരിയാസ് നോക്കിയിട്ടാണ് ഒരു മെഡിസിൻ സെലക്ട് ചെയ്യുന്നത്. ഇപ്പം ജനറലി മെനോപോസിൻ്റെ സമയത്ത് ഏറ്റവും പോപ്പുലറായിട്ട് യൂസ് ചെയ്യാവുന്ന കുറച്ച് മെഡിസിൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സെപ്പിയാണ്. സെപ്പി എന്താണ്? ടോൾ സ്ലെൻഡർ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. മെലിഞ്ഞിരിക്കും, കണ്ടാൽ തന്നെ ഒരു ടയേർഡ് ലുക്കാണ്, എപ്പോഴും സങ്കടമുള്ള ഒരു ലുക്കാണ്. ടെയിൽ ഫേസ് എന്നാണ് പറയുക. കണ്ടാൽ തന്നെ എന്തോ ഒരു വിഷമമുണ്ട് ആ കുട്ടിക്ക് എന്നൊരു തോന്നൽ ഉണ്ടാവുന്ന ഒരു ഡോക്ടറെ 5 മിനിറ്റ് ഉണ്ട്. എന്തെങ്കിലും ഒന്ന് ക്ലാസ്സിനെ കുറിച്ച് പറയാനുള്ള ഒരു സമയം? ഓക്കെ 5 മിനിറ്റേ ഉള്ളൂ. പറഞ്ഞു തീർക്കാം. അപ്പൊ സെഫിയ, കാൽക്കേരി കാർവ്, പൾസാറ്റില, ലൈക്കോപോഡിയം. ഇതൊന്ന് വിശദമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇനി ഒരു ക്ലാസ്സിലേ ശരി മെഡിക്കൽ ആസ്പെക്ട് നമുക്ക് ഇനി ഒരു ക്ലാസ്സിലാകാം. ശരി. നൈട്രമോറ്, ഗ്രഫൈറ്റസ്, സൾഫർ, ഫോസ്ഫറസ്, ഇഗ്നേഷ്യം. അപ്പോൾ ഇത്രയാണ് ഹോമിയോപ്പതിയെ കൊണ്ട് നമുക്ക് സഹായിക്കാൻ പറ്റുന്ന കാര്യം. നമുക്ക് നിർത്താൻ തോന്നുന്നു. നിർത്താനുള്ള സമയമായി. 5 മിനിറ്റ്. ആർക്കെങ്കിലും എന്തെങ്കിലും ഒന്ന് പറയണമെങ്കിലേ തീർച്ചയായിട്ടും ഉള്ള സമയം നമ്മൾ കൊടുക്കണം. അപ്പൊ എന്തായാലും വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. എന്തെന്ന് വെച്ചാൽ ഇതെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാം, എങ്കിൽ പോലും ഒന്ന് സിസ്റ്റമാറ്റിക് ആയിട്ട് അടുക്കി അതിന്റെ ഈ എന്താ റീസൺസും എല്ലാ കാര്യങ്ങളും ഒന്ന് സിസ്റ്റമാറ്റിക് ആയിട്ട് അടുക്കി പറക്കി ഒന്ന് വെച്ച് പറഞ്ഞു തന്നു. അപ്പൊ നമുക്കപ്പോൾ ഇതെല്ലാം നമുക്ക് ഒന്നുകൂടി ഒന്ന് ഓർമ്മിക്കുവാനുള്ള അവസരം ഉണ്ടായി. നല്ലപോലെ അടുക്കി പറക്കി ഒക്കെ ഒന്നുകൂടെ പൊടി തട്ടിയെടുത്ത് നമ്മളിതെല്ലാം ഒന്ന് കേട്ട് മനസ്സിലാക്കി. വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. നല്ല അറേഞ്ച്മെന്റിൽ പറഞ്ഞു. അപ്പോൾ അതിന് പ്രത്യേക ആശംസകൾ. നമ്മുടെ ധനേഷ് ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ധനേഷ് ഡോക്ടറെ അൺമ്യൂട്ട് സംസാരിച്ചു. ലക്ഷ്മി ഡോക്ടർ വളരെ ഗംഭീരമായിട്ട് തന്നെയാണ് അതിൽ ഓരോ സ്ലൈഡും പ്രിപ്പയർ ചെയ്തതും അതിൽ ഓരോ പ്രസന്റേഷനിലും അത്യാവശ്യ പോയിന്റുകളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഈ സെഷൻ ഈ വേദിക്ക് സമ്മാനിച്ചത്. ഇങ്ങനെയുള്ള പ്രസന്റേഷനുകൾ ശരിക്കും നമുക്ക് ഏത് പബ്ലിക്കിന്റെ മുമ്പിൽ കാണിച്ചാൽ ഹോമിയോപ്പതി എന്ന ചികിത്സാശാസ്ത്രം വളരുക തന്നെ ചെയ്യും. അപ്പൊ ഇന്നത്തെ പുത്തൻ തലമുറയ്ക്ക് ഒരു മാതൃക ഡോക്ടറായി ധനലക്ഷ്മി ഡോക്ടർ മാറുകയാണ്. അഭിനന്ദനങ്ങൾ പറയാൻ വേണ്ടിയാണ്. കാരണം ഈ മെഡിക്കൽ സെഷൻ നമുക്ക് ഡോക്ടർമാരുടെ ഇടയിൽ നമുക്ക് വേണമെങ്കിൽ അതിന് പ്രത്യേക ഒരു സെഷൻ വെക്കാം. പക്ഷേ ഇത് പൊതുജനങ്ങളുടെ മുമ്പിൽ കൊടുക്കാനും പറ്റിയ ഏറ്റവും നല്ല വീഡിയോകളിലൊന്നാണ്. തീർച്ചയായും ആ രീതിയിൽ ഇത് നമുക്ക് കൂടുതൽ പ്രൊമോട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിൽ പങ്കെടുക്കുന്നവരെല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ള നിങ്ങളുടെ എല്ലാ ലോക്കലായിട്ടുള്ള ഗ്രൂപ്പുകളിൽ ഈ വീഡിയോ ഷെയർ ചെയ്യുകയും ചെയ്യണം. കാരണം നമ്മൾ ഇതെന്തിനാണ് പബ്ലിക്കിൻ്റെ ഇടയിൽ ഷെയർ ചെയ്യുന്നത്? അങ്ങനെയല്ല. ഇപ്പോഴും ഹോമിയോപ്പതിയുടെ സാധ്യതകൾ മനസ്സിലാക്കാൻ പറ്റാത്ത ഒത്തിരി ആൾക്കാരുണ്ട്. അവരുടെ മുമ്പിലൊക്കെ നമുക്ക് ഈ വീഡിയോസ് എത്തിക്കുകയാണെങ്കിൽ നമ്മുടെ ആൾക്കാരുടെ സബ്സ്ക്രിപ്ഷൻ കൂടുകയും ചെയ്യും, ഹോമിയോപ്പതി വളരുകയും ചെയ്യും. പുതിയ ആൾക്കാർ അവരുടെ തൊട്ടടുത്തുള്ള ഹോമിയോപ്പതി ഡോക്ടർമാരുടെ ക്ലിനിക്കുകളിൽ എത്തുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ധനലക്ഷ്മി ഡോക്ടറുടെ മുമ്പിൽ തന്നെ വരണമെന്നല്ല അതിനർത്ഥം.
ഈ ഒരു പ്രസന്റേഷൻ കൊണ്ട് നമുക്ക് ചുറ്റുമുള്ള എല്ലാ ഡോക്ടർമാർക്കും അതിൻ്റെ പ്രയോജനം കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഇത് ഏറ്റെടുക്കണം. അതുപോലെ തന്നെ IFBSന്റെ സാമ്പത്തിക പരാധീനതകളെ കുറിച്ചൊക്കെ പലവട്ടം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോഴും ആൾക്കാരെല്ലാവരും മൗനത്തിലാണ്. വളരെ ചുരുക്കം പേരാണ് അതിലോട്ട് കോൺട്രിബ്യൂഷൻ ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ ഒരു തുക സന്തോഷപൂർവ്വം എല്ലാവരും അയച്ച് IFBSനെ സഹായിക്കണമെന്നോട് അഭ്യർത്ഥിക്കുകയാണ്. നന്ദി. ധനലക്ഷ്മി ഡോക്ടർക്ക് ഒരിക്കൽ കൂടി നന്ദി. ഓക്കെ, ധനേഷ് ഡോക്ടറെ, സന്തോഷം. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ച് പറയാനുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്താൽ സംസാരിക്കാം. നമ്മളെ സമയം കഴിയാറായി. ഇനി 3 മിനിറ്റാണുള്ളത്. ആർക്കെങ്കിലും അത്യാവശ്യം എന്തെങ്കിലും പറയാനുണ്ടോ ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ച്? ചന്ദ്രമോഹൻ ഡോക്ടർ ഉണ്ട്. വീഡിയോ ഓണാക്കി ക്ലാസ് തുടക്കം പോലെ ഇതുവരെയും കേട്ടു. ചന്ദ്രമോഹൻ ഡോക്ടർക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. പ്രശോഭനൻ ഡോക്ടർ ഉണ്ട്, അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. ഡോക്ടറുടെ ഫാദർ രത്നാകരമല്ലന്റെ ക്ലാസ്മേറ്റ് ആണ് ഞാൻ, ഡോക്ടർ ചന്ദ്രമോഹൻ. ഫാദറിനെ പറ്റി അന്വേഷിച്ച് പറയാം. വളരെ വളരെ നല്ല അറേഞ്ച്ഡ് ആയിട്ടുള്ള ക്ലാസ് ആയിരുന്നു. വെരി ഗുഡ്. താങ്ക് യു ഡോക്ടർ, തീർച്ചയായിട്ടും പറയാം. ഓക്കെ, അപ്പൊ നന്ദി ചന്ദ്രമോഹൻ ഡോക്ടർ. പ്രശോഭനൻ ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോളൂ. നമുക്ക് ഇനിയിപ്പോ ഏകദേശം ക്ലാസ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയവും കൂടിയായി. പ്രശോഭനൻ ഡോക്ടറുടെ അഭിപ്രായവും നന്ദിയും കൂടി രേഖപ്പെടുത്താം. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. ധനലക്ഷ്മി ഡോക്ടർ ഇത്രയും നന്നായി പ്രസന്റ് ചെയ്ത ആദ്യത്തെ ക്ലാസ്സാണ്. ഇതിനു മുമ്പും ഡോക്ടർ ക്ലാസ് എടുത്തിട്ടുണ്ട്. ഡോക്ടറുടെ ക്ലാസ്സിന് മുമ്പ് ഡോക്ടറുടെ അച്ഛൻ്റെ കൂട്ടത്തിൽ ഇരുന്ന് ഒരുപാട് ക്ലാസ് കേട്ടിട്ടുള്ള ആളാണ് ഞാൻ. ഞാൻ മല്ലൻ ഡോക്ടറുടെ കൂട്ടത്തിലായിരുന്നു ഇന്റേൺഷിപ്പ് ചെയ്ത്. അന്ന് പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ എനിക്കിപ്പോഴും വളരെ നന്നായി പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഇപ്പം ധനലക്ഷ്മി ഡോക്ടറും കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു. നല്ല രീതിയിലൊരു ക്ലാസ് എടുത്തു. ഇതിന്റെ ക്ലാസ്സിന്റെ ഒപ്പം ഡോക്ടറെ മുഖത്ത് നിന്ന് ആ മെനോപോസൽ സിൻഡ്രോം എല്ലാം നമുക്ക് വായിച്ചെടുക്കാമായിരുന്നു. അതുപോലത്തെ ഒരു എക്സ്പ്രഷനോട് കൂടിയാണ് ക്ലാസ് എല്ലാം ചെയ്തതെന്ന്. വളരെ നന്നായിരുന്നു. ഇനിയും ഡോക്ടർ ഇതിൽ വരണം. നന്നായി ക്ലാസ് എടുത്തിരുന്നു. ഇനിയും അതുണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അതോടൊപ്പം ഡോക്ടർ ഫാദറിനെ അന്വേഷിച്ചതായിട്ടും പറയുക. തീർച്ചയായും. ഓക്കെ, പ്രശോഭനൻ ഡോക്ടറെ നന്ദി കൂടി പറഞ്ഞെങ്കിലും ഇനി നമുക്ക് ഒരാളിൽ കൂടി ഒന്ന് പോയി. നമ്മുടെ സലീം കുമാർ ഡോക്ടർ പോയോ? സലീം കുമാർ ഡോക്ടറെ നന്ദി പറയുന്ന ചുമതല ഞാൻ സലീം കുമാർ ഡോക്ടറെ ഏൽപ്പിക്കുകയാണ്. ഹലോ, ഞാൻ കേൾക്കാവോ? കേക്കാം. ഞാനിത് കേട്ടിരുന്നു. എനിക്ക് അതായത് ഈ ഒരു സബ്ജക്റ്റ് എനിക്ക് തോന്നുന്നു ഈ നമ്മുടെ IFBS തുടങ്ങി 5 വർഷത്തിനുള്ളിൽ ആരെങ്കിലും ഇങ്ങനെ വിശദമായിട്ട് ടച്ച് ചെയ്ത് ഡോക്ടർ പറഞ്ഞ പോലെ അടുക്കിപ്പറക്കി ആരും ഇങ്ങനെ കൊണ്ടുവന്നിട്ടില്ല. ഇതിൽ ഇത്രത്തോളമൊക്കെ ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലായതും ഇത്രത്തോളം മനസ്സിലാക്കാനുണ്ടെന്നുള്ളത് മനസ്സിലായതും, എന്നാൽ നമ്മൾ കേട്ടേക്കണ കാര്യങ്ങളൊക്കെ തന്നെയാണ്, പക്ഷെ അതിന് ഇത്രത്തോളം ഒരു ഡെപ്ത് ഉണ്ടെന്നൊക്കെ മനസ്സിലാക്കി തന്നത് ഇതാണ്. തികച്ചും ഡോക്ടർ ഇതിനു മുമ്പ് പറഞ്ഞതിനേക്കാളൊക്കെ നേരത്തെ മറ്റേ പ്രശോഭൻ ഡോക്ടർ പറഞ്ഞ പോലെ വളരെ നല്ല ക്ലാസ്. ഇതൊരു ഡിഫറൻ്റ് ആയിട്ട് ഒരു സബ്ജക്റ്റുമായിട്ട് ഉള്ളതിന് IFBSന്റെ പേരിലും ഞങ്ങൾ എൻ്റെ ഇളയപുത്രൻ്റെ കൂടെയാണ് IFBSന്റെ പേരിലും ഈ ക്ലാസ് അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും പേരിലും ഞാൻ നന്ദി പറയുന്നു. ഇതുപോലെ ഇത് തന്നെ അടുത്ത ക്ലാസ്സിൽ നിന്ന് പൂർത്തീകരിക്കുകയും ഇതുപോലെയുള്ള ഡിഫറൻ്റായ വേറെ വിഷയമായിട്ട് വരണം എന്ന് ഡോക്ടറോട് അഭ്യർത്ഥിച്ചുകൊണ്ട് നല്ലൊരു സബ്ജക്റ്റ് പ്രസൻറ്റ് ചെയ്തതിന് ഒരിക്കൽ കൂടി അഭിനന്ദനം നടത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു. ഓക്കെ, നന്ദി. സലീം കുമാർ ഡോക്ടർക്കുള്ള പ്രത്യേക നന്ദി അറിയിക്കുകയാണ്. അപ്പൊ ഞാന് വെറുതെ ഓരോരുത്തരെ വിളിച്ചെന്നേ ഉള്ളൂ. അപ്പൊ വിളിച്ചപ്പം ചന്ദ്രമോഹൻ ഡോക്ടർ അച്ഛന്റെ ക്ലാസ്മേറ്റ്, പ്രശോഭനൻ ഡോക്ടർ അച്ഛന്റെ കൂടെ ഇന്റേൺഷിപ്പ് ചെയ്ത ആളിതൊന്നും പ്രതീക്ഷിച്ചല്ല ഞാൻ വിളിച്ചത്. അപ്പോ ഇവരെല്ലാം എന്തായാലും വിളിക്കാനും അഭിപ്രായം പറയാനും കേൾക്കാനും സാധിച്ചു. വളരെ സന്തോഷം. ധനലക്ഷ്മി ഡോക്ടർക്ക് എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ടും ഇന്ന് സൂം പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്ന എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ടും മലയാളം സെഷനോട് അവസാനിപ്പിക്കുകയാണ്. നമസ്കാരം.
ഓക്കെ